ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ശശികല മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സവിത മാതാജി. എല്ലാവർക്കും ദാമോദര മാസ ആശംസകൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നലെ തൊട്ട് നമ്മൾ കാർത്തിക മാസം തുടങ്ങി. ഇനി നമുക്ക് എന്താണ് 28 ദിവസങ്ങൾ കൂടി ഉണ്ട് ഈ മാസം. അപ്പം അതിൻ്റെ അവസാനത്തെ 5 ദിവസങ്ങൾ ഈ കാർത്തിക മാസത്തിൽ ഭഗവാന്റെ അനന്തകോടി ലീലകൾ നടന്ന സമയമാണ്. ഭഗവാൻ എന്തായാലും ഇതൊരു സെയിലിൻ്റെ മാസമാണ്. ഭക്തർക്ക്, പുതിയ ഭക്തരെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമുക്ക് ഭഗവത്ഗീത ഇതുവരെ വായിച്ചു തുടങ്ങാത്തവർക്ക് വായിച്ചു തുടങ്ങാനും അതുപോലെ തന്നെ ഭാഗവതം വായിക്കാനും അതുപോലെ തന്നെ എന്നാ പറഞ്ഞു ഭഗവാന്റെ ഡിവോഷണൽ സർവീസസ് ഒക്കെ ഒരുപാട് കൂടുതൽ ചെയ്യും. ഗോസേവ, ഗോപൂജ, അതുപോലെ ഗോദാനം, അന്നദാനം, അതുപോലെ തന്നെ നമ്മളുടെ ദിവ്യധാമകൾ സന്ദർശിക്കുക, പ്രത്യേകിച്ച് വൃന്ദാവനം പോലെയുള്ള ദിവ്യധാമകൾ. പിന്നെ തുളസി സേവ ചെയ്യുക, തുളസി പൂജ ചെയ്യുക, തുളസി ആരതി ചെയ്യുക, തുളസിക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ വളരെ മഹത്വമാണ്. നമ്മൾ സെയിൽ മാസം എന്ന് പറയുന്നത് വൈഷ്ണവർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് ഇത് സെയിലിൻ്റെ മാസമാണ്. നമ്മളിപ്പം ചില മാർക്കറ്റുകളിൽ വെച്ച് ഒന്നെടുത്താൽ രണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് ഒന്നെടുത്താൽ 1000ആണ്. നമ്മൾ ഒരു പ്രാവശ്യം നാമം ചെയ്താൽ 1000 പ്രാവശ്യം ജപിച്ചതിൻ്റെ ഫലം. ഒരു പ്രാവശ്യം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ അത് 1000 ടൈംസ് ചെയ്ത ഫലമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു മാസം നമ്മളുടെ ഡിവോഷണൽ സർവീസസ് സാധനങ്ങൾ ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ ഈ ഒരു മാസം എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഒരു മാസം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് അത് മൾട്ടിപ്പിൾ ആയിട്ടാണ് ചെല്ലുന്നത്. ആ ഒരു വ്യത്യാസം മാത്രം. അപ്പം നമ്മൾ അതുപോലെ തന്നെ മോശം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് എഗെയിൻ എന്താണ് പറയുന്നത്, മൈനസ് ആയിട്ട് 1000 ടൈംസ് പോകും നമ്മുടെ അടുക്കൽ നിന്ന്. നമ്മൾ ചെയ്ത സാധനങ്ങളും ഇത്രയും നാളും ചെയ്തതെല്ലാം നമ്മൾ മോശം കാര്യങ്ങൾ വിചാരിക്കുക, മറ്റുള്ളവരെ പറ്റി മോശമായിട്ട് വിചാരിക്കുക, പരദൂഷണങ്ങൾ പറയുക, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഈ മാസത്തിൽ ഇപ്പോൾ ഈ നോൺ വെജ് കഴിക്കുക, അത് അല്ലാതെ മറ്റു മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം തിരിച്ച് നമ്മൾ എങ്ങനെ 1000 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തോ അതുപോലെ ഡിവിഷൻ ആയിരിക്കും 1000 ഇങ്ങോട്ടേക്ക്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മാസം നമ്മൾ അപരാധരഹിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കഴിവത് ശ്രമിക്കുക. ഭഗവാന്റെ ലീലയിലും ദാമോദര ലീല നടന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ദാമോദര ലീലയെ പറ്റി. അപ്പം ദാമോദര ലീല എല്ലാവർക്കും അറിയാം. ആൾക്കാർ കയറിയിട്ടും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവസാനത്തെ സമയത്തേക്ക് വെച്ചേക്കാം. ദാമോദര ലീല ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. കാർത്തിക മാസം തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഇതിനെ റിപ്പീറ്റായിട്ട്. എന്നാലും ഞാൻ അവസാനം പറയാം. നമ്മുടെ ടോപ്പിക്ക് ശ്രീമദ് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം ദിവ്യത്വവും ദിവ്യസേവനവും എന്ന് പറയുന്നതിൽ 20, 21, 22 3 ശ്ലോകങ്ങളാണ്. ഇതിലെ ശ്ലോകം 20. ഏവം പ്രസന്ന മനസ്സോ ഭഗവൽ ഭക്തി യോഗദാ ഭാഗവത ഭാഗവ തത്വ വിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസ്സോ ഭഗവൽ ഭക്തി യോഗദഃ ഭാഗവ തത്വ വിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസ്സോ ഭഗവൽ ഭക്തി യോഗദഃ ഭാഗവതത്വ വിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗദഃ ഭാഗവത തത്വവിജ്ഞാന മുക്ത സംഘസ്യ ജായതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗദ ഭഗവത് തത്വവിജ്ഞാനം മുക്ത സംഘസ്യ ജായതേ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ഏവം പ്രസന്ന മനസ്സോ
ഭഗവദ്ഭക്തിയോഗദാ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശശികല മാതാജി അതിന്റെ അതിന്റെ പദാനുപത തർജ്ജമ അതുപോലെ വിവർത്തനം. ഹരേ കൃഷ്ണ. തർജ്ജമ. ഏവം അപ്രകാരം പ്രസന്ന ഉത്തേജിപ്പിക്കുന്നു, മനസ്സിനെ ഭഗവത് ഭക്തിയുത സേവനം, യോഗതഃ സമ്പർക്കത്താൽ ഭാഗവത പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച് തത്വജ്ഞാനം വിജ്ഞാനം ശാസ്ത്രീയമായ മുക്ത സ്വതന്ത്രമായി സംഘസ്യ സംസർഗത്തിലൂടെ ജായതേ ഫലത്തിലായിത്തീരുക. വിവർത്തനം. അപ്രകാരം ശുദ്ധ സത്വഗുണത്തിൽ സ്ഥാപിതമാകിയാൽ ഭഗവത് ഭക്തിയുത സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോട് കൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം കൂടെ മാതാജി വായിച്ചു. എല്ലാവർക്കും ബുക്ക് ഇല്ലല്ലോ. ഭാവാർത്ഥം. ജയ് ശ്രീലാ പ്രഭുപാദ്. ഭഗവത്ഗീത 7.3-ൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അനേക സഹസ്രം ആളുകളിൽ ചിലപ്പോൾ നിർഭാഗ്യവാനായ ഒരാൾ പരിപൂർണ നേടാൻ ഉദ്യമിച്ചേക്കാം. പ്രായേണ ജനങ്ങൾ രജോ തമോ ഗുണങ്ങളാൽ നയിക്കപ്പെടുകയാൽ സദാ ഭോഗേച്ഛ, കാമം, അഭിലാഷം, അജ്ഞത, നിദ്ര എന്നിവയിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. അത്തരം അനേകം മൃഗതുല്യ മനുഷ്യരിൽ പരമാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നത് ഒരാളോ മറ്റോ ആകുന്നു. അവർ നിർദ്ദിഷ്ടങ്ങളായ കർമ്മമനുഷ്ഠിച്ച് ജീവിതം പരിപൂർണമാക്കാൻ ഉദ്യമിക്കുന്നു. അത്തരം അനേകം സഹസ്രം ആളുകളിൽ മനുഷ്യജീവിത വിജയം പ്രാപ്തമാക്കിയ ഒരാൾ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനെ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നു. ശാസ്ത്രീയമായ ശ്രീകൃഷ്ണ വിജ്ഞാനം ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ സാധ്യമാകൂ എന്ന് ഭഗവത്ഗീത 18.50 ഉദ്ബോധിപ്പിക്കുന്നു. ഈ ഗ്രന്ഥത്തിലും അതേ കാര്യത്തെ മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിക്കും അല്ലെങ്കിൽ ജീവിത വിജയം പ്രാപ്തമാക്കിയവർക്ക് പോലും പരിപൂർണമായി ദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ ഭൗതിക വസ്തുവിന്റെയല്ല ആത്മാവിന്റെ ഉൽപ്പന്നമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിന്റെ പരിപൂർണത പ്രാപ്തമാകുന്നത്. ഭൗതിക വസ്തുക്കളുമായി തനിക്ക് യാതൊരു ഇടപാടുമില്ലെന്ന് മനസ്സിലാക്കുന്ന ഉടൻ ഒരാൾ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും വിരമിക്കുകയും അങ്ങനെ ഒരു ആത്മീയ സത്തയായി ഉത്തേജിതനായി തീരുകയും ചെയ്യുന്നു. ഒരാൾ രജോ തമോ ഗുണങ്ങൾക്ക് ഉപരിയാകുമ്പോഴാണ് ഈ വിജയപ്രാപ്തി സാധ്യമാകുന്നത്. അഥവാ മറ്റു തരത്തിൽ അഭിപ്രായപ്പെടുകയാണ് എങ്കിൽ ബ്രാഹ്മണീയ യോഗ്യത പ്രാപ്തമാകുമ്പോഴാണ് ഈ വിജയപ്രാപ്തി സാധ്യമാകുന്നത്. ബ്രാഹ്മണൻ സത്വഗുണ പ്രതിരൂപമാകുന്നു. സത്വഗുണത്തിലല്ലാത്ത മറ്റുള്ളവർ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ അല്ലെങ്കിൽ ശൂദ്രരെക്കാൾ നിമ്നരോ ആകുന്നു. സദ്ഗുണസമ്പന്നമാകിയാൽ മനുഷ്യജീവിതത്തിന്റെ ഉത്തുംഗ പദവി ബ്രാഹ്മണീയ പദവിയാകുന്നു. കുറഞ്ഞപക്ഷം ബ്രാഹ്മണ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ഒരു ഭക്തനായി തീരുക സാധ്യമല്ല. കർമ്മത്താൽ ഒരാൾ മുൻപ് തന്നെ ബ്രാഹ്മണനാകുന്നു. എന്നാൽ അത് അന്തിമ തലത്തിലല്ല. മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ യഥാർത്ഥ അതീന്ദ്രിയ അവസ്ഥയിലായി തീരണമെങ്കിൽ അത്തരം ഒരു ബ്രാഹ്മണൻ ശുദ്ധ വൈഷ്ണവനായി തീരണം. ഒരു ശുദ്ധ വൈഷ്ണവൻ മുക്താത്മാവാകുന്നു. മാത്രമല്ല വൈഷ്ണവൻ ബ്രാഹ്മണീയ പദവിക്കും അതീതനാകുന്നു. ബ്രാഹ്മണീയ പദവിയിലും ബ്രാഹ്മതത്വം ശാസ്ത്രീയ ഭഗവത് വിജ്ഞാനത്തിന്റെ അഭാവമുള്ളതാകിയാൽ ഭൗതിക അവസ്ഥയിൽ ബ്രാഹ്മണനും ബദ്ധാത്മാവാകുന്നു. ഒരാൾ ബ്രാഹ്മണീയ അവസ്ഥയും കടന്ന് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ മനസ്സിലാക്കാൻ വാസുദേവ പദവി പ്രാപിക്കേണ്ടതാണ്. ആത്മീയ പാതയിലുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള അധ്യയന വിഷയമാകുന്നു പരമദിവ്യോത്തമ പുരുഷ ശാസ്ത്രം. മൂഢന്മാർ അഥവാ അല്പജ്ഞാനികളായവർ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കുന്നില്ല. അവർ അവരുടെ മനോരഥമനുസരിച്ച് കൃഷ്ണനെ വ്യാഖ്യാനിക്കുന്നു. പരമാർത്ഥത്തിൽ ബ്രാഹ്മണ പദവിയിലായിരുന്നാൽ പോലും ഭൗതിക ഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും വിമുക്തനാകാത്ത പക്ഷം ഒരാൾക്ക് പരമദിവ്യോത്തമ ശാസ്ത്രം മനസ്സിലാക്കാൻ സാധ്യമല്ല. യോഗ്യനായ ബ്രാഹ്മണൻ മുക്തിയുടെ ഉജ്ജീവാവസ്ഥയിൽ ഒരു വൈഷ്ണവനായി തീരുകയാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ വിശദമായിട്ട് ഇതിനകത്ത് പറഞ്ഞു. മാതാജി അത് നല്ല നന്നായി സ്പഷ്ടമായിട്ടും വായിച്ചു, നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ. ഇനി നമുക്ക് ഒരുപാട് ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നിരുന്നാലും നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ്
സുഖദേവ ഗോസ്വാമി അവിടെ കൂടിയിരുന്ന ഋഷികളോട് പറഞ്ഞിരുന്നു എന്ന് നോക്കാം അല്ലേ. കഴിഞ്ഞ ശ്ലോകത്തിൽ 10-ാമത്തെ പറഞ്ഞ് പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത പ്രേമഭക്തിയുത സേവന ഹൃദയത്തിൽ സ്ഥാപിതമായ ശേഷം തമോ ഗുണങ്ങളുടെ ഫല, ഭോഗേച്ഛ, കാമ, അഭിലാഷ എന്നിവ ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നു. അനന്തരം സത്വഗുണത്തിൽ അധിഷ്ഠിതമാകുന്ന ഭക്തൻ പരിപൂർണ സന്തോഷവാനാകുന്നു. അപ്പം മറ്റുള്ള ഗുണങ്ങള് ഇങ്ങനെ ശരീരത്തിൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം അല്ലേ. രജോ ഗുണവും തമോ ഗുണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കടച്ചിൽ വേണമെന്ന് പറയും അല്ലേ. എന്തായിരുന്നു ആ കടച്ചിൽ? നമ്മൾ തൈര് കടയുമ്പം നമ്മൾ അവസാനം അതിൽ നിന്ന് വെണ്ണ ഉരുത്തിരിഞ്ഞ് വരും അല്ലേ. അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം കാണും. ആ വെള്ളം നമ്മൾ കളയും, കോരിക്കളയും. പിന്നെ വേറൊരു കുറച്ച് ഭാഗം എന്താണ് നമ്മൾ മോരായിട്ടെടുക്കും, കലക്കിയെടുക്കും അല്ല. അങ്ങനെ അങ്ങനെ ഇതുണ്ടല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഈ പാലാഴി കടഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്? ആദ്യം കിട്ടിയത് എന്താണ്? കാളകൂട അല്ലേ. കാളകൂട വിഷമാണ് കിട്ടിയത്. നമ്മൾ അമൃതിന് വേണ്ടിയിട്ട് കടഞ്ഞാണ് അല്ലേ. അപ്പൊ ഫൈനലായിട്ടുള്ള സത്വഗുണം അവിടെ അമൃതമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അമൃത് കിട്ടുന്നതിന് മുൻപേ, അതിനു മുൻപേ കുറച്ച് എന്താണ് ഈ പറഞ്ഞ വിഷം അവിടുന്ന് ഒഴിവാക്കപ്പെടണം. അപ്പൊ അതുകൊണ്ട് കാളകൂട വിഷം വന്നു. ഭഗവാൻ എന്താണ് തമോ ഗുണത്തിന്റെ അധിപതിയായ ഭഗവാൻ മഹാദേവൻ ആ പറയുന്ന കാളകൂട വിഷം സ്വീകരിച്ചു. അപ്പൊ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് സത്വഗുണത്തിന് എങ്കിലും പ്രാപ്തരാക്കി ആ ഒരു വെണ്ണ നമുക്ക് കിട്ടണം അല്ലേ. ആ പരിപൂർണമായ അമൃത് അല്ലെങ്കിൽ വെണ്ണ. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ മാസത്തില്, കാർത്തിക മാസത്തിൽ ഭഗവാൻ എന്താണ് വെണ്ണ കട്ടപ്പോഴത്തേക്കിനും എന്തുമാത്രം, അതായത് മക്കൻചോർ ലീല അല്ലെങ്കിൽ ദാമോദര ലീല അല്ലെങ്കിൽ ഉലൂകബന്ധന ലീലയൊക്കെ നടന്ന സമയമാണിതല്ലേ. നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോയാൽ അവിടെ കാല് കുത്താൻ ഇടയില്ല. ആ പ്രദേശം മുഴുവൻ പരിക്രമത്തിന് ആൾക്കാരാണ് ഈ പറയുന്ന കാർത്തിക മാസത്തിൽ. അവിടെ എങ്ങും ഒരു ചില്ലി സ്ഥലമില്ല. അതുപോലെ ആൾക്കാരാണ് വൃന്ദാവനത്തിൽ. അപ്പം ഇതൊക്കെ എന്താണ്? നമ്മളുടെ മനസ്സിലുള്ള ഈ രജസ് തമോ ഗുണങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് സത്വഗുണമെങ്കിലും നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, ഈ പ്രോസസ്സുകളൊക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഈ സത്വഗുണത്തിലേക്കാൾ ഉപരിയായിട്ടുള്ള ശുദ്ധ സാത്വഗുണത്തിൽ സ്ഥാപിതമാകിയാൽ ഭഗവത് ഭക്തിയുത സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോട് കൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോപദേശനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. അപ്പൊ എന്താണ് പറ്റിയത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും മനസ്സിലായോ? ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് എന്താണ് ഭഗവാൻ നല്ലൊരു വൈഷ്ണവനെ കൊണ്ടുതരും. ഭഗവാന്റെ കൃപ മൂലമാണ് നമുക്ക് ഗുരുവിനെ കിട്ടുന്നത്. ഗുരുവിന്റെ കൃപ മൂലം നമുക്ക് ഭഗവാനെ കിട്ടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടുന്നത്. ആ ഗുരുവിന്റെ കൃപയുണ്ടെങ്കിലാണ് നമുക്ക് പിന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ആ ഗുരുവാണ് കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശുദ്ധ സത്വഗുണത്തിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉത്തമ ഗുരുവിന്റെ അടുക്കൽ എത്തിച്ചേരണം, ശുദ്ധ സാത്വിക ഗുണത്തിലേക്ക്. അപ്പൊ ഈ സത്വഗുണത്തിന്റെ കാര്യം നമ്മൾ സ്റ്റേജ് പറഞ്ഞു അല്ലേ. അതിൽ നിന്നും ശുദ്ധ സാത്വിക ഗുണത്തിലേക്ക് എത്തിച്ചേരുന്ന, അപ്പൊ അങ്ങനെ ആ മനസ്സ് നമ്മൾ ഉത്തേജിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ എല്ലാ ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രമാകുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ് ഈ ഒരു സംഭവം കണ്ടത്? ഒരു ശുദ്ധ ഭക്തൻ അല്ലെങ്കിൽ ഒരു പരം വൈഷ്ണവൻ ഇതേപോലെ പ്രതിസന്ധി ആയിട്ടിരുന്ന, നമ്മളെ പോലെയൊക്കെ പ്രതിസന്ധികളിൽ ഇരുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ എത്തിച്ചേർന്നു. അത് തന്നെയാണല്ലോ നമ്മൾ ഈ കണ്ടത്. ഭാഗവതം ഉണ്ടാകാൻ കാര്യം ഇങ്ങനെയാണ്. ഈ ഭാഗവതം നമ്മൾക്ക് കിട്ടിയ ഭാഗവതം എപ്പോഴേ ഉണ്ടല്ലേ. നമ്മളിലേക്ക് കൈവന്നിരിക്കുന്ന ഈ ഭാഗവതം ഉണ്ടായത്, ഇതിന്റെ കഥ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ തക്ഷകൻ കടിക്കും എന്നുള്ള ശാപം കിട്ടിയാർക്ക്? പരീക്ഷിത് മഹാരാജന്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പം ഭയമല്ല ഉണ്ടായത്. ആ രജസ് തമോ ഗുണങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? മറന്നിട്ട് സത്വഗുണത്തിൽ, അതായത് ഭാഗവത ശ്രവണം എന്നുള്ള സത്വഗുണത്തിലേക്ക് അദ്ദേഹം ഉയരാനായിട്ട് ശ്രമിച്ചു. ഗംഗാതീരത്ത് പോയി തപസ്സിരുന്നു. അപ്പോഴത്തേനും ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ
കണ്ട് തേടി അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ഒരു ശ്യാമസുന്ദര രൂപത്തെ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ, അപ്പൊ അത്രയും നാളും തേടി പരീക്ഷിത്ത് എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടി അല്ലേ? ആ ഭഗവാനെ അന്വേഷിച്ച് ആ ഭഗവാനെ അന്വേഷിച്ച് അതിന്റെ ഉത്തരം കിട്ടാനായിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഒരാളെ നിയോഗിച്ചു. അങ്ങനെ ആ ആ സുഖദേവ ഗോസ്വാമി അവിടെ ആഗതനായി. അങ്ങനെ അവിടെ നിന്ന് പ്രേരിതനായ സൂത ഗോസ്വാമിയാണ് ഇപ്പൊ നമ്മളോട് ഈ ഭാഗവതം പറഞ്ഞു കേട്ടത്. ആ സംസർഗത്തിലൂടെ ആ പരീക്ഷത്ത് മഹാരാജ് അപ്പൊ എന്ത് ചെയ്തു? സർവ്വതും വെടിഞ്ഞു, രാജ്യം വെടിഞ്ഞു, ഭാര്യയെ വെടിഞ്ഞു, മക്കളെ വെടിഞ്ഞു. അപ്പൊ 7 ദിവസം ആണ് ഇദ്ദേഹത്തിനുള്ളത്. ഒരു 7 ദിവസം. ഖഡ്വാങ്ക മഹാരാജാവിന് എത്ര ദിവസമാണ് ഉണ്ടായിരുന്നത്? ആർക്കാ പറയാവുന്നത്? ഒരു മിനിറ്റാണ് പ്രഭു. ഒരു നിമിഷം, ഒരു സെക്കൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഒരു നമുക്ക് എത്ര നിമിഷം സമയമുണ്ട്? ഞാൻ അഭയ മാതാജി, നമുക്ക് ഓരോരുത്തർക്ക് എത്ര സമയമുണ്ട്? പോവാനായിട്ട് നമുക്കൊരു സമയമേ ഇല്ല, നൂറ്റാണ്ടിനകത്ത് പോകും. സമയമേ സമയമില്ല ഇല്ല. എപ്പം വേണമെങ്കിലും എന്ത് സംഭവിക്കും. പോവാൻ. ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു വാ വിളിച്ച് വേണമെങ്കിൽ പോകാം. നമുക്കറിയാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ പരീക്ഷത്തിന് കൃത്യമായിട്ട് ആയുസ് ഉണ്ടായിരുന്നു 7 ദിവസം. ശാപം ബ്രാഹ്മണ ശാപമാണ് 7 ദിവസം അല്ലെ? ഖഡ്വാങ്ക മഹാരാജാവിന് ഒരു ദിവസം, ഒരു നിമിഷത്തെ ആയുസ് ബാക്കിയുണ്ടായിരുന്നു അല്ലേ? ഒരു നിമിഷം എന്ന് പറയുന്നത് നാഴിക അങ്ങനെയൊക്കെ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ വേറൊരു ഇതിലേക്ക് പോകും. ഒരു സെക്കൻഡ് അല്ല. എന്തായാലും അദ്ദേഹം ഇന്ദ്രനോട് ഒരുപാട് സേവകൾ ചെയ്തു, ഒരുപാട് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിച്ചു. അപ്പോൾ ഇന്ദ്രൻ എന്തും നൽകാം എന്ന് പറഞ്ഞ് ഖഡ്വാങ്ക മഹാരാജന് വരം കൊടുത്തു. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളാൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചെന്താണ്? എനിക്ക് എത്ര സമയം ആയുസ്സുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു നിമിഷം ബാക്കിയാണ് അങ്ങയുടെ ആയുസ് ബാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഈ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് എന്താ നേടാനുള്ളത്? അദ്ദേഹം മനസ്സിലാക്കി, അന്ധകാലേച്ച മാമേച്ച സ്മരമുക്ത കളയവരം. അദ്ദേഹം ആ ഒരു നിമിഷം ബാക്കിയുള്ള സമയത്ത് ഭക്തിയുത സേവനം ചെയ്തു. ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഖഡ്വാങ്കൻ എന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻ കളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം. അപ്പം നിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ നമുക്ക് പറഞ്ഞ പോലും മനസ്സിലാകില്ല ആർക്കും. വിരുദ്ധങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നതെന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇവിടെ പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം എന്തൊക്കെ വെടിഞ്ഞു? നിദ്ര വെടിഞ്ഞു, എന്ത് പറഞ്ഞു? ആഹാരങ്ങളെല്ലാം വെടിഞ്ഞു, രാജ്യം വെടിഞ്ഞു, മക്കളെ വെടിഞ്ഞു, എല്ലാവരെയും വെടിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആ ഒരവസ്ഥ എന്താണ്? മനസ്സോടുകൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്നും സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. അപ്പോഴത്തേക്കാണ് പരമദിവ്യോത്തമ പുരുഷനായ ആ ഒരു ഭഗവാനെ പറ്റിയുള്ള ഉത്തമ ശാസ്ത്രീയ, ഏറ്റവും ഉയർന്ന നോളജാണ് ഇതല്ലേ? ഏറ്റവും ഉയർന്ന നോളജ്. നമ്മളൊക്കെ എന്താണ്? വെറും ധ്രുവമരാജ് പറഞ്ഞ പോലെ എന്താണ്? നമ്മൾ വെറും കുപ്പിച്ചില്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? വെറും കുപ്പിച്ചില്ല്, ചീള് കേസുകൾക്ക് വേണ്ടിയിട്ട്. എനിക്കെന്താണ്? ഈ സുപ്രീം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലേ? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. നമുക്ക് അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ ലോവർ ടേസ്റ്റിന് ആരെങ്കിലും ഇഷ്ടപ്പെടും? ഇതാണ് ഹയർ ടേസ്റ്റ് ആണ്. ഹയർ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരും ലോവർ ടേസ്റ്റിന്റെ പുറകെ പോകില്ല. പക്ഷെ നമ്മൾ എന്താണ്? ഹയർ ടേസ്റ്റ് ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ എന്താണ്? ലോവർ ടേസ്റ്റിന് പുറകെ നമ്മൾ പോകുവാണ് അല്ലെ? നമ്മൾ ഓരോരുത്തരും, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. നമ്മൾ ലോവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് പോകുവാണ് അല്ലേ? അപ്പം ഈ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടണമെങ്കിൽ നമ്മൾക്ക് എന്താണ്? കുറച്ച് കാര്യങ്ങളെ നമ്മൾ വേണ്ടാന്ന് വെക്കണം അല്ലേ? കുറച്ച് കാര്യങ്ങളെ നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറെ നമ്മളുടെ മോഹങ്ങള്, അതിയായിട്ടുള്ള മോഹങ്ങള്, അതിയായിട്ടുള്ള ആഗ്രഹങ്ങള്, ഇതിനെയൊക്കെ എങ്കിലും നമ്മൾ ഭൗതികതയിൽ ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ കർത്തവ്യം, ജോലി വേണ്ടെന്നാൽ ഭഗവാനെ പ്രാർത്ഥിച്ചൊരു മൂലയിൽ അങ്ങ് ഇരുന്നേക്കാം, ഭാഗവതം വായിച്ചുകൊണ്ട് നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ
ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് എങ്ങനെ നല്ലൊരു ഗൃഹസ്ഥാശ്രമി ആയിരുന്നു കൊണ്ട് ഭഗവാനെ സേവിക്കാം എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അതിന് നമുക്ക് ആചാര്യന്മാരെ നമുക്ക് വേണ്ട വിധിവിധാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഭാവാർത്ഥത്തിൽ മാതാജി വായിച്ചതിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ ആരെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഉണ്ടോ? ആരെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു ഈ ഭാവാർത്ഥം വായിച്ചപ്പോൾ. ആരെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ശശികല മാതാജി തന്നെ പറഞ്ഞോളൂ. എന്തെങ്കിലും മാതാജിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. നമ്മളെ ഭൗതിക എല്ലാവരും ഈ രജോ തമോ ഗുണങ്ങളിൽ ഏർപ്പെട്ട ഭൗതികതയിൽ എല്ലാവരും മുഴുകിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഭൗതികതയിൽ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ ഒരു എന്തൊക്കെ ഒരു അറിവ് കിട്ടുകയുള്ളൂ. അതിന് നമ്മള് ശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമ്മൾ ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരമദിവ്യോത്ത പുരുഷനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് നമ്മള് ജന്മന മാത്രം ബ്രാഹ്മണനായാൽ പോരാ, നമ്മളുടെ കർമ്മത്തിൽ കൂടി വേണം നമ്മൾ ബ്രാഹ്മണനാവാനായിട്ട്. പിന്നെ അതായത് ഒരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠൻ ഒരു വൈഷ്ണവനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനമാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു വ്യക്തി, അദ്ദേഹം ബ്രാഹ്മണർ സത്വഗുണത്തിലാണ്. എന്നാൽ ഭഗവാനെ പറ്റി പറയുന്ന ഗ്രന്ഥങ്ങളും ഇത്രയും ശ്രേഷ്ഠമാണ്, അല്ലെങ്കിൽ ഹയർ ടേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയ ആ വൈഷ്ണവനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാണ് ഈ 3 റിയലൈസേഷനിൽ ഏറ്റവും കൂടുതൽ. ഏതൊക്കെ റിയലൈസേഷൻ ആണുള്ളത്? പറയാവോ പ്രഭു? പറയാവോ? പറഞ്ഞോ പ്രഭു. അല്ല, പറഞ്ഞോ. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ റിയലൈസേഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ റിയലൈസേഷൻ ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ശുദ്ധ സ്വാത്വിക ഗുണത്തിലുള്ള ഒരു വൈഷ്ണവനാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഭഗവത്ഗീതയിൽ. ഇവിടെ നമ്മളൊക്കെ ഓരോരുത്തരും ഈ ഒരു ബ്രാഹ്മണനാകാൻ പോലും നമ്മളാരും ശ്രമിക്കുന്നില്ല. ബ്രാഹ്മണനായി കഴിഞ്ഞാലല്ലേ ശുദ്ധ സ്വാത്വികയിൽ ഒരു വൈഷ്ണവനാകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വൈഷ്ണവരാണെന്ന്, ഒരു പ്രാവശ്യം നാമം ജപിച്ച ആളെ പോലും വൈഷ്ണവർ എന്ന് എന്നൊക്കെ പറഞ്ഞ ആചാര്യന്മാർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ വൈഷ്ണവർ എന്നുള്ള പേരിന് യോഗ്യരാണോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ ഓർക്കണം. ചിലർക്കൊക്കെ അജ്ഞാത സുകൃതി കൊണ്ട് പെട്ടെന്നാണ് ചിലരൊക്കെ ക്ലിക്കായി പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ശബരി മാതാവ് എന്താണ് സംഭവിച്ചത്? ആ ഋഷിമാരുടെ അസോസിയേഷൻ കൊണ്ട് അവര് ആദിവാസി സ്ത്രീ ഒന്നും അറിയത്തില്ല, അവര് എന്ത് ചെയ്തു? ഭഗവാന്റെ അടുക്കലെത്തി. അങ്ങനെ ഓരോരുത്തരും കാണാം. അതുപോലെ തന്നെ രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളൻ വാൽമീകിയായി മാറി, സപ്തർഷികളുടെ നാരദമുനിയുടെ ഒക്കെ അസോസിയേഷൻ മൂലം. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. നമുക്ക് കഥകളല്ല, പുരാണങ്ങളിൽ സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സത്സംഗമാണ് നമ്മളുടെ ഒരേ ഒരു വഴി. പിന്നെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അവജാനന്തി മാമോടാം മാനുഷ്യം തനുമാശ്രിതം. ഇതിൽ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദവും മമ ഭൂതം മഹേശ്വര. അല്ലയോ മൂഢരായ മനുഷ്യരെ, ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകമാണ്. ഞാനിപ്പോ കൃത്യമായിട്ട് എന്റെ വേഴ്സ് ഓർമ്മയില്ല. നിങ്ങൾ ജസ്റ്റ് അവജാനന്തി മാമൂട എന്ന് ഗൂഗിളിൽ ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ അത് കീബോർഡ് ഇല്ല, അല്ല കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ലാപ്ടോപ്പിൽ ഇപ്പൊ നിന്നപ്പിൽ അത് കണ്ടുപിടിച്ചു തരായിരുന്നു. അവജാനന്തി മാമൂടാം മാനുഷ്യം തനുമാശ്രിതം. എന്താണ്? ഞാൻ മനുഷ്യരൂപത്തിൽ, മാനുഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിൽ, തനു എന്ന് പറഞ്ഞ ശരീരം, മനുഷ്യ ശരീരം എടുത്ത് ഞാൻ ഇവിടെ അവതരിച്ചപ്പോൾ, അതായത് ഒരു കാലിച്ചക്കനാണ് നമ്മൾ ധരിച്ചല്ലേ, വെറും ഒരു ഇടയനാണ്, അല്ലെങ്കിൽ പശുക്കളെ മേയിച്ച് നടക്കുന്ന ഒരു കാലിച്ചക്കനാണ് നമ്മൾ വിചാരിച്ചു അല്ലേ? പരംഭാവം അജാനന്ദോ. എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാതെ എന്റെ പരംഭാവം, എന്റെ സുപ്രീമസി? പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വര. ഞാനാണ് സർവ്വ ജീവജാലങ്ങളുടെയും, ഈ മനുഷ്യരുടെ മാത്രമല്ല, ഈ സർവ്വദേവന്മാരുടെയും സർവ്വഭൂതഗണങ്ങളുടെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം അധിപതി. ഇതിനെല്ലാം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് എന്ന ആ പരമ പുരുഷനായ പരമാത്മാവായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഞാനാണെന്ന് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുപോയിട്ട് തന്നു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക്
ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടാ, ഞാനൊരു സാധാരണ മനുഷ്യനല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഉപാസിക്കാനായിട്ട് പല രീതിയിൽ ഒമ്പത് നിങ്ങൾക്ക് ഒമ്പത് സാധിക്കും. ഒമ്പത് ആണ് അവജാനന്തി മാമൂട്. ഏതാ 9-11 ശ്ലോകം. 9-11 അല്ലേ? 9-11. അപ്പം 9 എന്ന് പറഞ്ഞാൽ രാജവിദ്യ രാജഗുഹ്യ യോഗം. അപ്പൊ അതിലെ 11ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ മാതാജി നോക്കിയിട്ട് പറഞ്ഞു. അപ്പം നമ്മള് ഞാൻ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഭഗവാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ഭഗവാനെ സേവിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? ഭഗവാനെ നമുക്ക് വാത്സല്യ രസത്തിൽ സേവിക്കാം അല്ലേ? വാത്സല്യ രസത്തിൽ യശോദാമ, അതുപോലെ അങ്ങനെ ദേവകി മാം, വസുദേവരെ, നന്ദഗോപരൊക്കെ ചെയ്ത പോലെ വാത്സല്യ രസത്തിൽ സേവിക്കാം. അതുപോലെ തന്നെ ഭഗവാനെ സാഖ്യരസത്തിൽ സേവിക്കാം, അതായത് സുഹൃത്തായിട്ട്. അല്ലെങ്കിൽ ഞാൻ ആ കഴിഞ്ഞ ദിവസം സ്റ്റോറി പറഞ്ഞായിരുന്നു അല്ലേ, ഭഗവാനെ എങ്ങനെ നമ്മളുടെ സുഹൃത്താക്കാമെന്ന്. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് രാധിക മാതാജി എന്നോട് ചോദിച്ചിരുന്നു ആ സ്റ്റോറി. കൃത്യമായിട്ട് എനിക്ക് മാതാജി സോറി, ഞാനത് ടി വിയുടെ സ്ക്രീനിലാണ് ഇതൊക്കെ കാണുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പൊ വ്രജയിലുള്ള ആൾക്കാരുടെ പ്രഭാഷണം ആണ് ഞാൻ ആ ഇപ്പൊ കൂടുതൽ അയച്ചു കേൾക്കുന്നത്. തന്നു. ഹിന്ദിയാണ്, എനിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ലെങ്കിലും കേൾക്കും. പക്ഷെ നമ്മൾ എന്താണ് ആ രാധാറാണിയുടെ ഭക്തിയിൽ നമ്മൾ അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് കോരിത്തരിച്ച്, നമുക്കറിയത്തില്ല ഹിന്ദി മനസ്സിലായാലും ഇല്ലേലും നമ്മളങ്ങ് കോരിത്തരിച്ച് ഇരുന്ന് പോവാം. ആ അനങ്ങാതെ ശബ്ദരായിട്ട് ഇരുന്ന് പോവും അവരുടെ ഭക്തി. ഞാൻ അതിലെ ആ ഒരു സിനിമാ നടനും വില്ലനായിട്ടൊക്കെ ഒരാളാണ് പറയുന്നത് കേട്ടിട്ട് ഞാനിവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കരഞ്ഞിരുന്ന് പോയി ആ ഒരു കഥ പറയുന്നത് കേട്ടിട്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വീഡിയോ മാതാജിക്ക് ഞാൻ അയക്കാനായിട്ട് പറ്റിയില്ല. മാതാജി ആ ചാനൽ ഫോളോ ചെയ്തിട്ട് അതിലെ വീഡിയോസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും എവിടെയെങ്കിലും. ഹിന്ദി അറിയാവുന്നവരൊക്കെ കേൾക്കുക, ഭയങ്കരമാണ്. നോക്കാം പ്രഭു, നോക്കാം. അപ്പൊ നമ്മൾ ഭഗവാനെ എങ്ങനെ സാഖ്യരസത്തിൽ കൂടെ സേവ ചെയ്യാമെന്ന് മനസ്സിലായി അല്ലേ? അർജുനൻ, സുധാമ ഇവരൊക്കെ ചെയ്ത പോലെ. അതുപോലെ തന്നെ മാധുര്യ അല്ലെങ്കിൽ പ്രേമരസത്തിൽ കൂടെ ഗോപികമാര് ഭഗവാനെ സേവ ചെയ്തു, രാധാറാണി സേവ ചെയ്തു. മാധുര്യ രസം അല്ലെങ്കിൽ പ്രേമരസത്തിൽ കൂടെ സേവ ചെയ്തു. അങ്ങനെ ഇതിലേതിൽ കൂടെ വേണേ, അല്ലെങ്കിൽ ഭഗവാനെ എന്താണ് പരമദിവ്യോത്തമ പുരുഷനായി കണ്ട് ഭഗവാൻ എന്നുള്ള രീതിയിൽ ഭയഭക്തിയിൽ കൂടെ സേവ ചെയ്യാം. പക്ഷെ മറ്റു ചിലര് ഹിരണ്യകശിപുവും അതുപോലെ കംസനും ഇങ്ങനെ രാവണനും ഒക്കെ ഭഗവാനെ എന്താണ് വിരുദ്ധ ഭക്തിയിൽ കൂടെയാണ് സേവ ചെയ്തത്. പക്ഷെ ഏത് സമയം അവര് ഭഗവാനെ പറ്റി വിദ്വേഷ രീതിയിൽ കൂടെയാണ് അവർ ഭഗവാനെ സേവ ചെയ്തത്. പക്ഷെ അതിനൊരു പേരുണ്ടെന്നാ വിദ്വേഷ വിര വിര എനിക്ക് ഓർമ്മ വിദ്വേഷഭക്തി. വിദ്വേഷഭക്തിയല്ലേ? വിദ്വേഷഭക്തി എന്ന് അങ്ങനെ എന്തുണ്ട്, അതിലൂടെ സേവ ചെയ്തു. കംസൻ സദാ ഭഗവാന്റെ വിചാരമായിട്ടാണ്, വിദ്വേഷത്തിലാണ്. ഭഗവാൻ വന്ന് കൊല്ലും കൊല്ലും കൊല്ലും, എന്നെ വധിക്കും എന്ന് വിചാരിച്ച് സദാ കൃഷ്ണനാമകാരം ജപിച്ചുകൊണ്ടിരുന്നല്ലേ? നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഹരേ കൃഷ്ണ ജപിക്കുന്ന ആ ഇതൊന്നുമില്ല. കൃഷ്ണൻ കൃഷ്ണൻ, ആ കൃഷ്ണൻ വരും, ആ കൃഷ്ണൻ ഇപ്പം വരും എന്നുള്ള ആ ഒരു അവസ്ഥയായിരുന്നു അല്ലേ? ഏത് സമയം സദാ കൃഷ്ണനെ വിളിച്ച് വിളിച്ച് കൃഷ്ണൻ അടുത്തെത്തി എന്ത് ചെയ്തു? കംസന്റെ ജീവൻ എടുത്തു അല്ലേ? മോക്ഷം കൊടുത്തു കംസന്. അതുപോലെ തന്നെ ദേവകി അല്ല, ഈ പൂതനയ്ക്ക് എന്താണ് സംഭവിച്ചത്? പൂതന വിഷമാണ് കൊടുത്തത് അല്ലേ? പക്ഷെ ആ അല്പസമയെങ്കിലും ഒരു മാതാവിനെ പോലെ എടുത്ത് ആ മാതാവിന്റെ ആ വാത്സല്യം ഭഗവാന് കൊടുത്തതിന്റെ പേരിൽ ഭഗവാൻ എന്ത് ചെയ്തു? വൈകുണ്ഠത്തിലെ ദേവകി മാതാവിനും യശോദാമാവിനൊക്കെ കൊടുക്കുന്ന ആ സ്ഥലം കിട്ടി, ആ ഒരു പ്ലേസ് കിട്ടി പൂതനയ്ക്ക്. എത്ര ഭാഗ്യം ചെയ്തു അല്ലേ? ഭഗവാനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ചെന്നതാണ്. അപ്പോൾ നമ്മള് ഭഗവാനെ വിഷം കൊടുക്കാനും അങ്ങനെയൊന്നും പോകണ്ട. നമ്മൾക്ക് ഈ കലിയുഗത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞ വിധാനം അനുസരിച്ചിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കാർത്തിക മാസത്തിൽ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അവസാന സമയത്ത് ശ്ലോകം 3 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഇനി ഭഗവത്ഗീത ക്ലാസ്സിൽ വെള്ളിയാഴ്ചയിൽ റിപ്പീറ്റ് ചെയ്യുമെങ്കിലും നമുക്കൊന്ന് പറഞ്ഞേക്കാം. കാര്യം കാർത്തിക മാസത്തിലെ ലീലകൾ ഒരുപാട് നടന്നാണ് ഭഗവാന്റെ. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. ശ്ലോകം 21. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥിശ്ചേദ്യന്തേ സർവ സംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി തിഷ്ഠയേവാത്മനീശ്വരേ. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥിശ്ചേദ്യ
ഛിദ്യന്തെ സർവസംശയാ ക്ഷീയന്തെ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. ഹരേ കൃഷ്ണ. ജ്ഞാനാമൃത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദ്യതേ ഹൃദയഗ്രന്ഥിശ്ചിത്യന്തേ സർവസംശയഃ ക്ഷീയതേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ചിത്യന്തേ സർവസംശയഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവ ആത്മനീശ്വരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. അതിന്റെ പ്രധാനപദ തർജ്ജമ, വിവർത്തനം, ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭീതിതെ ഭേദിച്ചു, ഹൃദയ ഗ്രന്ഥി കുരുക്കൾ, ചിത്യന്തെ ഖണ്ഡങ്ങളായി ഛേദിക്കുക, സർവ സംശയ ആശങ്കകൾ, ക്ഷീയന്തെ അവസാനിക്കുന്നു, അസ്യ അവന്റെ, കർമാണി കർമ്മഫല ശൃംഖലകൾ, ദൃശേട്ടെ കാണപ്പെടുന്നു, ഏവ നിശ്ചയമായും, ആത്മാവിന്, ഈശ്വരെ പ്രഭാവത്തോടെ വർത്തിക്കുന്നു, അതായത് നിയന്ത്രണാധികാരം പുലർത്തുന്നു. വിവർത്തനമാൻ ഭാവാർത്ഥം ശീലപ്രഭുപാദീതേ. അപ്രകാരം ഹൃദയബന്ധങ്ങൾ ഭേദിക്കപ്പെടുകയും സർവ ആശങ്കകളും ഖണ്ഡം ഖണ്ഡമായി ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആത്മാവിനെ യജമാനനായി ദർശിക്കുമ്പോൾ ഫലങ്ങൾ ഉളവാക്കുന്ന കർമ്മശൃംഖല അവസാനിക്കുന്നു. ഭാവാർത്ഥം ശീലപ്രഭുപാദീതേ. പരമദിവ്യോത്തമ പുരുഷന്റെ ശാസ്ത്രീയമായ ജ്ഞാനം പ്രാപ്തമാക്കുക എന്നാൽ ആത്മാവിനെ ഏകകാലത്ത് ദർശിക്കുക എന്നാണ് അർത്ഥം. ജീവാത്മാവിന്റെ ഐക്യത്തെ ചേതനാത്മകമായി കരുതുമ്പോൾ നിരവധി പ്രകൽപ്പനങ്ങളും ആശങ്കകളും ഉണ്ടാകുന്നു. ചേതനാത്മാവിന്റെ അസ്തിത്വത്തെ ഭൗതികവാദികൾ വിശ്വസിക്കുന്നില്ല. ജീവാത്മാക്കളുടെ വ്യക്തിഗത സ്വരൂപത്തിൽ വിശ്വസിക്കാതെ പരമാത്മാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആത്മാവും പരമാത്മാവും ഗുണപരമായി ഏകവും പരിണാമപരമവുമായി ഭിന്നവുമാണെന്ന രണ്ടു വ്യക്തിത്വങ്ങളാണെന്ന് അതീന്ദ്രിയവാദികൾ ഉറപ്പായി അഭിപ്രായപ്പെടുന്നു. ഒട്ടനവധി സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും ഭക്തി പ്രക്രിയയിലൂടെ യാഥാർത്ഥ്യമായി ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കുമ്പോൾ വിഭിന്നങ്ങളായ ഈ സർവദർശനങ്ങളും തൽക്ഷണം ദൂരീകരിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണൻ സൂര്യദേവനെ പോലെയും നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ഭൗതിക വീക്ഷണങ്ങൾ കടും അന്ധകാരപൂരിതമായ നിശീഥിനിയെ പോലെയും ആകുന്നു. കൃഷ്ണനാകുന്ന സൂര്യൻ ഒരാളുടെ ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ കടും അന്ധകാരമാകുന്ന പരമദിവ്യോത്തമ പുരുഷനെയും ജീവാത്മാക്കളെയും സംബന്ധിക്കുന്ന ഭൗതിക വീക്ഷണങ്ങൾ തൽക്ഷണം ദൂരീകരിക്കപ്പെടുന്നു. സൂര്യൻ സന്നിഹിതനായാൽ പിന്നെ അന്ധകാരത്തിന് നിലനിൽപ്പില്ല. അപ്രകാരം കടും അന്ധകാരമാകുന്ന അജ്ഞതയിൽ ഒളിഞ്ഞിരിക്കുന്ന ആപേക്ഷിക സത്യങ്ങൾ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി നിവസിക്കുന്ന കൃഷ്ണ കൃപയാൽ സ്പഷ്ടമാക്കപ്പെടുന്നു. ഭഗവത് ഭക്തരോടുള്ള സവിശേഷാനുകമ്പ പ്രകടമാക്കാൻ ഹൃദയസ്ഥനായിട്ട് ഭക്തരുടെ അജ്ഞാനജന്യമായ തമസിനെ ഭഗവാൻ സ്വയം അകറ്റുന്നുവെന്ന് ഭഗവത്ഗീത 10:11 അദ്ദേഹം അരുളി ചെയ്യുന്നു. ആകയാൽ ഭഗവത് ഭക്തന്റെ ഹൃദയത്തെ പ്രകാശമാനമാക്കേണ്ട കർത്തവ്യം ഭഗവാൻ സ്വയം ഏറ്റെടുത്തിരിക്കുകയാൽ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ നിരതനാകുന്ന ഒരു ഭഗവത് ഭക്തൻ നിശ്ചയമായും അജ്ഞാനജന്യമായ തമസിൽ തുടരുകയില്ല. പരിപൂർണതയെയും ആപേക്ഷിക സത്യങ്ങളായ സർവ്വതിനെയും കുറിച്ചറിയാൻ ഭക്തന് കഴിയുന്നു. പരമദിവ്യോത്തമ പുരുഷനാൽ പ്രബുദ്ധമാക്കപ്പെടുകയാൽ ഭക്തന്റെ ജ്ഞാനം നിശ്ചയമായും പരിപൂർണമാകുന്നു. ആകയാൽ ഭക്തൻ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. പരിമിതങ്ങളായ സ്വന്തം സമീപന മാർഗങ്ങളിലൂടെ നിരപേക്ഷ സത്യത്തെക്കുറിച്ച് വീക്ഷണം നടത്തുന്നവരുടെ കാര്യമല്ല ഇവിടെ പ്രസ്താവിക്കുന്നത്. കുറ്റമറ്റ ജ്ഞാനത്തെ സമർപ്പണത്തിലൂടെ ഉത്തമ വിശ്വാസയോഗ്യനായ വിനയാന്വിത ശ്രോതാവിന് പ്രാമാണികന്മാരിൽ നിന്നും പകർന്നു നൽകപ്പെട്ട ആനുമാനിക ജ്ഞാനം എന്ന് അഭിസംബോധന ചെയ്യുന്നു. പരമോന്നതന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാതെ ഭഗവാനെ മനസ്സിലാക്കണം. ഭഗവാന്റെ മായാശക്തിക്ക് വിധേയനും നിസ്സാരനുമായ നിഷേധ ആത്മാവിന് പ്രത്യക്ഷനാകാതിരിക്കാനുള്ള അവകാശം ഭഗവാനുണ്ട്. ഭക്തർ വിനയാന്വിതരാകയാൽ അതീന്ദ്രിയ വിജ്ഞാനം പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കും
ശിഷ്യന്മാർക്കും തുടർച്ചയായി പകർന്നു നൽകപ്പെടുന്നു. ഈ പ്രക്രിയ ഭക്തരുടെ ഹൃദയസ്ഥനായ പരമദിവ്യോത്തമ പുരുഷനാൽ പിന്തുണയ്ക്കപ്പെടുന്നു. അതീന്ദ്രിയ അഭ്യാസനത്തിനുള്ള ഉചിത മാർഗമാണിത്. ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള കെട്ടുപാട് ഭഗവാനാൽ വേർപെടുത്തുന്നതിനാൽ ആത്മാവിനെ ദ്രവ്യത്തിൽ നിന്നും തികച്ചും വേർതിരിച്ചറിയാൻ ഈ അറിവ് ഭക്തനെ സഹായിക്കുന്നു. ഈ ബന്ധത്തെ അഹങ്കാരം എന്ന് വിളിക്കുന്നു. കൂടാതെ ഇത് ഒരു ജീവാത്മാവിനെ ദ്രവ്യവുമായി മാനസികൈക്യം പുലർത്തുന്നതിന് പ്രീത്യർത്ഥമായി, അതായത് അനുയോജ്യമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ എല്ലാ സംശയമേഘങ്ങളും തൽക്ഷണം ദൂരീകരിക്കപ്പെടുന്നു. ഒരാൾ തന്റെ യജമാനനെ ദർശിക്കുന്നു. മാത്രവുമല്ല, കർമ്മഫല ശൃംഖലകളെ പൂർണ്ണമായി അവസാനിപ്പിച്ച് ഭഗവത് പ്രേമയുത സേവനത്തിൽ പരിപൂർണമായി സ്വയം നിരതനാകുന്നു. ഭൗതിക അസ്തിത്വത്തിൽ ജീവാത്മാവ് കർമ്മഫല ശൃംഖലകളെ സ്വയം സൃഷ്ടിക്കുകയും അതിന്റെ നല്ലതും ചീത്തയുമായ പരിണിത ഫലങ്ങളെ ജന്മജന്മാന്തരങ്ങളായി അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭഗവത് പ്രേമയുത സേവനത്തിൽ വ്യാപൃതനാകുമ്പോൾ കർമ്മശൃംഖലകളിൽ നിന്നും അവൻ തൽക്ഷണം സ്വതന്ത്രനാകുന്നു. അനന്തരം അവന്റെ കർമ്മങ്ങൾ യാതൊരു പരിണിത ഫലവും ഉണ്ടാക്കുന്നില്ല. ഹരേ കൃഷ്ണ. നല്ല ഭാവാർത്ഥമായിരുന്നു, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതില് അതെ. നമ്മള് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് അപ്രകാരം ഹൃദയബന്ധങ്ങൾ ഭേദിക്കപ്പെടുകയും സർവ്വ ആശങ്കകളും ഖണ്ഡം ഖണ്ഡമായി ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് സംശയങ്ങൾ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് തടസ്സങ്ങൾ നേരിടും അല്ലെ. എപ്പോഴും നമുക്ക് സംശയങ്ങളേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ കൃഷ്ണാബോധത്തിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എത്ര സംശയങ്ങളാ ചോദിക്കുന്നതെന്ന് നമുക്ക് കൈ കണക്കുമില്ല. ഇപ്പോഴും ഞാനും എൻ്റെ ശിക്ഷാഗുരുവിനോട് ക്ലാസ് എടുക്കുന്നവരോടൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പും ഉണ്ട് ഇവിടെ, മനോഹർ പ്രഭുവിൻ്റെ അതിൽ. അതിലൊക്കെ ഒരുപാട് സംശയങ്ങൾ, നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ക്ലാസ്സൊക്കെ നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒരുപാട്. ഒന്നും ഒരു എന്താണ് പറയുന്നത്, നമുക്ക് ഭഗവാനാണ് പരമസത്യം, ഭഗവാനാണ് ഇതിൽ എല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിലും അതിന് മുൻപേ ഭഗവാനിലേക്ക് എത്തിച്ചേരാന് മുൻപേ ചില പ്രതിബന്ധങ്ങൾ നമുക്ക് അതിനിടയ്ക്ക് സംശയം, ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താ ഇങ്ങനെ വന്നേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംശയങ്ങൾ, അതിനെ നമ്മൾ ഖണ്ഡം ഖണ്ഡമായി ഛേദിക്കണം. ഈ തടസ്സങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പാതയിൽ ഇങ്ങനെ ഈ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം ഇന്നലെ കാർത്തിക മാസം തുടങ്ങി. അപ്പോൾ ഇന്നലെ ആരതിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീട്ടിലൊരു വിരുന്നുകാർ വന്നു. അപ്പോഴത്തേനും നടന്നില്ല. നമ്മൾ നാളത്തേക്ക് വെച്ചു. അപ്പോൾ നാളത്തേക്ക് വെച്ച് കഴിയുമ്പോൾ നാളെ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് ജലദോഷവും പനിയൊക്കെയാണ്, കുളിക്കാൻ പറ്റിയില്ല. കുളിക്കാതെ എങ്ങനെ ദാമോദരാരതി ചെയ്യും. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് വെച്ചു. അടുത്ത ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു, അടുത്ത ദിവസം എന്താ പറയുന്നത്, നമുക്ക് പുറത്ത് പോകേണ്ടി വന്നു, വീടിൻ്റെ പുറത്ത് പോകാൻ. വൈകുന്നേരം ദാമോദരാരതി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ തടസ്സങ്ങൾ ഇങ്ങനെ നേരിട്ട് കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആദ്യത്തെ ദിവസം ഞാൻ എത്ര വൈകിയാണ് കിടക്കുന്നതെങ്കിൽ പോലും ഞാനിത് ചെയ്തിട്ടേ കിടക്കുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഈ ദാമോദരാരതി ചെയ്താൽ എന്താണ് ഫലം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ലതാണോ സംഭവിക്കുന്നത് എന്നിങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടാകുകയും സംശയ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയും, ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, നമുക്കെന്താ അതാ എത്രയോ പേര് ഈ ഭൗതിക ലോകത്തിൽ ഈ ആരതി ചെയ്യാതെ ജീവിക്കുന്നുണ്ട്, എന്ത് കുഴപ്പം, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ മാത്രം ഇതിനു വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യണോ വേണ്ടയോ, എന്തിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് സമയം എത്ര റിസ്ക് എടുത്ത് വിട്ടിട്ട് നമ്മൾ മാറ്റി വെക്കണം. എനിക്കിങ്ങനെ സമയമെല്ലാം ഫ്രീ ആയിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ലെവലിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാം. അല്ലെങ്കിൽ ഭഗവാൻ വേണമെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാക്കി തരട്ടെ. ഇപ്പം മാളികയിൽ നിൽക്കുന്ന ഒരാൾ ഭക്തിയുത സേവനം ചെയ്യുന്നതും ഒരു കുടിലിൽ നിൽക്കുന്ന ഒരാൾ ഭക്തിയുത സേവനം, ഭഗവാൻ ഏതായിരിക്കും കൂടുതൽ കാണുന്നത്? മാളിക മുകളിൽ ഏറെ മന്നന്റെ തോളിൽ ഭഗവാൻ മാറാപ്പ് കയറ്റും, അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ അയാൾ ചെയ്യുന്നതും ഭക്തിയുത സേവനമാണ് ഇയാൾ ചെയ്യുന്നതും. ഇയാളുടെ സമ്പന്നതയുടെ പുറത്ത് ആണ് ഈ സാധനങ്ങളിലൊക്കെ ഇഷ്ടം പോലെ, ചിലപ്പോൾ സ്വർണ്ണ വിളക്കായിരിക്കും, വെള്ളി കൊണ്ടുള്ള വിളക്കായിരിക്കാം, അതുപോലെ തന്നെ പല രീതിയിൽ മുഴുവൻ നെയ്യായിരിക്കും ഒഴിക്കുന്നത്,
അതുപോലെ തന്നെ ഒരുപാട് പൂമാലകളും അതുപോലെ ഇട്ടിട്ടുണ്ടായിരിക്കും. മറ്റേ ആൾക്ക് ഇതൊന്നും ഇല്ല. ഒരു വിളക്കിൽ ചിലപ്പോൾ എണ്ണ ഒഴിക്കാൻ പോലുള്ള നിവൃത്തിയില്ലായിരിക്കാം കുടിലിൽ കിടക്കുന്ന പാമരന്. പക്ഷെ അയാളുടെ ഹൃദയം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? ഹൃദയം കൊണ്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ഭഗവാൻ അതാണ് കൂടുതൽ നമ്മൾ ഭൗതികമായി പുറമേ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സൂടെ അർപ്പിച്ച് ഹൃദയം കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു കഥ കണ്ടിട്ടുണ്ട്, ഞാൻ പലതവണ പറഞ്ഞാണ്. അത് ഈ അവസരത്തിൽ ഞാനത് അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ ഭഗവാന്റെ ഭക്തിയുത സേവനമൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറഞ്ഞ് മുണ്ടൊക്കെ മുറുക്കി എടുത്ത് വിശപ്പ് അറിയാതിരിക്കാനായിട്ട് വയറൊക്കെ ഇങ്ങനെ ഇങ്ങനെ തോർത്തൊക്കെ എടുത്ത് വരിഞ്ഞു മുറുക്കി ഉള്ള ജീവിതമാണ്. അപ്പം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ എവിടുന്നെങ്കിലുമൊക്കെ എന്താണ് ചിലരൊക്കെ ദയവ് തോന്നി ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ചിലരെങ്ങനെയെന്ന് പറയാം അവരുടെ പാപം ഒക്കെ ചിലർ ദാനം കൊടുക്കില്ല. അങ്ങനെ കിട്ടുന്ന ദാനങ്ങളോ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും 2-3 ദിവസം കിട്ടുമ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഈ ഇതുപോലെ തന്നെ വലിയ സമ്പന്നമായ ഗൃഹങ്ങളിലൊക്കെ ഇതുപോലെ ഭഗവാൻ ഇങ്ങനെ നിവേദ്യമൊക്കെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ആരതി ചെയ്യുന്നതും പൂക്കളിടുന്നതും ഒക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര മനസ്സിൽ ആഗ്രഹം, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി 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 എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല. അപ്പോൾ ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഒരു സപ്താഹം ഇങ്ങനെ കേൾക്കാനിടയായി, ഭാഗവത സപ്താഹം കേൾക്കാനിടയായി. അപ്പോൾ ഭാഗവത സപ്താഹത്തില് ഇങ്ങനെ അവിടുത്തെ ആചാര്യൻ പറയുന്നു, നമ്മൾ ഈ ഭൗതികമായിട്ട് നമ്മൾ പ്രസൻസിൽ ചെയ്യണം. അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഈ ടെൻഡൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? ചാൻഡിങ് ചെയ്യുന്നതും ഈ പൂജ ചെയ്യുന്ന ആരും മെക്കാനിക്കലി ചെയ്യണം, ആരുടെയും പ്രേരണ കൂടെ. നമ്മുടെ മനസ്സിൽ അത്ര പൂർണ്ണമായിട്ട് തൃപ്തി ഉണ്ടായിട്ടല്ല ചെയ്യുന്നത്. ഒന്നുകിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ശിക്ഷാഗുരു അല്ലെങ്കിൽ എൻ്റെ ആചാര്യന്മാരിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച്, ജ്ഞാനാംബിക മാതാജിയോ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ചിലപ്പോൾ ഒരു പക്ഷെ എൻ്റെ ശിക്ഷാഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യും. നമുക്ക് പൂർണ്ണമായിട്ടൊരു താല്പര്യത്തോടെ നമുക്ക് 100% നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാണ്ട് പറ്റത്തില്ല നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണോ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന അദ്ദേഹം സപ്താഹം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് കേട്ടു, നമുക്ക് ഭാവഭക്തിയാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് മെറ്റീരിയൽസ് നമ്മുടെ മുൻപിൽ ചിലപ്പോൾ കാണില്ല, പക്ഷെ ഭാവമാണ്, ഭാവഗ്രാഹി ജനാർദ്ദനാണ്. അദ്ദേഹം നമ്മളുടെ ഭാവത്തെയാണ് ഭക്ഷിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങളെ അല്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പ്രേരിതനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ കുടിലിൽ വന്നിരുന്നിട്ട് എന്ത് ചെയ്തു, വിളക്ക് കത്തിക്കാനായിട്ടാണ് എണ്ണയില്ല. അപ്പൊ എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ വിളക്കെടുത്ത് വെച്ചു, മൺചിരാത് എടുത്തു വെച്ചിട്ട് അദ്ദേഹം വിളക്ക് കത്തിക്കുന്നതായിട്ട് ഭാവിച്ചു, മനസ്സിൽ വിളക്ക് കത്തിച്ചു. എണ്ണയെല്ലാം ഒഴിച്ച് 5 തിരിയെല്ലാം ഇട്ട് അദ്ദേഹം മനസ്സിൽ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നാമങ്ങളൊക്കെ ജപിച്ചു. ഭഗവത്ഗീത വായിച്ചു, ഭാഗവതം വായിച്ചു. ഇതെല്ലാം അദ്ദേഹം, ഭഗവത്ഗീത ഭാഗവതം ഒന്നുമില്ല, ഇതെല്ലാം ഹൃദയത്തിൽ അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം ഭഗവാന് നിവേദ്യങ്ങളെല്ലാം എന്ത് ചെയ്തു, പച്ചക്കറിയെല്ലാം പറിച്ചുകൊണ്ട് വന്നു കഴുകി എന്ത് ചെയ്തു, അതെല്ലാം മുറിച്ചു. ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ ചപ്പൻ ഭോഗം ഉണ്ടാക്കുകയാണ്, നിറച്ച് വിഭവങ്ങൾ. ആ വിഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് ഭഗവാന് ഓഫർ ചെയ്തു. ഇതെല്ലാം ഓഫർ ചെയ്തു ഭഗവാൻ കഴിച്ചതിന് ശേഷം അദ്ദേഹം പ്രസാദം കഴിച്ചു. അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു, വിശപ്പ് മാറി. അന്ന് തൊട്ട് അദ്ദേഹത്തിന് വിശപ്പില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, ഭഗവാൻ ഇത് എന്ത് ചെയ്തു, ഭാവമാണ്, ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞു. അപ്പോൾ എനിക്കിനി ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരുടെ അവതാരത്തിൽ ജീവിക്കേണ്ട. ഭഗവാൻ എനിക്ക് എന്ത് ചെയ്തു, എനിക്കെല്ലാം തരും. ഭഗവാന്റെ ഭാവഭക്തി ചെയ്താൽ മാത്രം മതി എന്ന് വിചാരിച്ച് ഇദ്ദേഹം എല്ലാ ദിവസവും ഭാവഭക്തി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭാവഭക്തി ചെയ്തിട്ട് ഇദ്ദേഹം വിഭവങ്ങൾ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നിവേദിച്ച സാധനം അദ്ദേഹം പിന്നെ നിവേദിക്കത്തില്ല. ഇതൊക്കെ എവിടെയാണ്? നേരിട്ട് നിവേദിക്കല്ല, മനസ്സിലാണ് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ വിഭവങ്ങൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഇന്ന് പോയി മരത്തിലൊക്കെ കയറി വലിഞ്ഞു കയറി പറിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് കഴുകി എടുത്തുകൊണ്ട് വന്ന് തുടച്ച് ഇങ്ങനെ എല്ലാം മുറിച്ച് അരിഞ്ഞ് ഓരോ ദിവസം വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇതുവരെ കിട്ടാത്ത ഫുഡുകളെല്ലാം ഉണ്ടാക്കുക. അന്നൊരു ദിവസം അദ്ദേഹം വെച്ചു, ഇന്ന് ഒരു പായസം കൂടി വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു പായസം കൂടി വെക്കുകയാണ്. അപ്പൊ പായസം എന്ത് ചെയ്തു, ഇളക്കി.
ഇളക്കി കഴിഞ്ഞപ്പോഴത്തേന് അയ്യോ പായസം എല്ലാം കൂടെ റെഡിയായി വരുമെന്ന് ഭഗവാന് ഭോഗം കൊടുക്കാനായിട്ട് താമസിച്ചല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പുക എല്ലാം കൂടെ കോരി പാത്രത്തിൽ വെച്ചിട്ട് വേഗം കൊണ്ടേ കൊടുത്തേക്കാം. ഭഗവാൻ എത്ര നേരമായിട്ട് വിശന്ന് കാത്തിരിക്കുക, ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ പോയതല്ല ഇത്രയും താമസിക്കാൻ കാര്യം. ആ പായസം കൊണ്ടുപോയി ഭഗവാന് വെച്ചു കൊടുത്തു. പായസം കൊണ്ടുപോയി ഭഗവാന് വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഓഫർ ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി, എൻ്റെ കൃഷ്ണ, ഞാൻ ഇത്രയും ചൂടുള്ള പായസം ഒന്നും അങ്ങേക്ക് കൊള്ളുകയല്ലേ, അങ്ങയുടെ നാവിന് കൊള്ളുകയല്ലേ, ഞാനിത് ചൂടുണ്ടോ ചൂടാറിയോ എന്നറിയാനായിട്ട് അദ്ദേഹം ഫിസിക്കലി കൈ ഇട്ടിട്ട് എന്ത് ചെയ്തു, മനസ്സിൽ ഓഫർ ചെയ്യുന്ന പായസത്തിൽ ടച്ച് ചെയ്ത് നോക്കി. അപ്പൊ എന്ത് ചെയ്തു, കൈ പൊള്ളി, കൈ ഒന്ന് വലിച്ചു, കൈ ശരിക്കും പൊള്ളി. അതായത് ഭാവത്തിലാണ്, മനസ്സിലാണ്, ഹൃദയത്തിലാണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ആ ശരിക്കും അദ്ദേഹം കൈ ഒന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പൊള്ളിയതോടുകൂടി അദ്ദേഹത്തിനെ വിഷ്ണുദൂതന്മാർ വന്ന് വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിഷ്ണുദൂതന്മാര് മനസ്സിലായി, ഫിസിക്കലി ഭാവഭക്തിയിൽ ഫിസിക്കലി ആ തോന്നല് വന്നപ്പോൾ, യഥാർത്ഥത്തിൽ കൈ പൊള്ളിയപ്പോൾ, ആ പായസത്തിൽ ഭാവത്തിൽ ഓഫർ ചെയ്യുന്ന പായസത്തിൽ കൈ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പൊള്ളിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഭാവഭക്തിയാണ്. ആ ഭാവഭക്തിയിൽ ഭഗവാൻ എന്ത് ചെയ്തു, പ്രസന്നനായിട്ട് ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തിന് വൈകുണ്ഠ ലോകപ്രാപ്തി കൊടുത്തു. അതാണ് ആ ഒരു ഭാവഭക്തിയുടെ മഹത്വം. ഭഗവാൻ ഭാവഗ്രാഹി ജനാർദ്ദനാണ്, നമ്മുടെ ഭാവത്തിലാണ്, നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങളിലും അതിലൊന്നുമല്ല. എന്താണ്, ഭഗവാൻ അതിന്റെ ഭാവത്തിലാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ആത്മാവിനെ യജമാനായി ദർശിക്കുമ്പോൾ ഫലമുളവാകുന്ന കർമ്മ ശൃംഖല അവസാനിക്കുന്നു. അപ്പം ഈ ഫലമുളവാകുന്ന കർമ്മ ശൃംഖല എന്ന് പറഞ്ഞ എന്താണ്, ഞാൻ ഈ ശരീരമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ആ ശരീര സംബന്ധിയായിട്ടുള്ള കർമ്മഫലങ്ങൾ, അത് അനുഭവിക്കാനായിട്ട് നമ്മൾ അകർമ്മം, വികർമ്മം, സുകർമ്മം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടു. അതായത് നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞൊരു കർമ്മവും കണ്ടല്ലേ. ഈ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഫലങ്ങള് അതെല്ലാം അവസാനിക്കുന്നു. അപ്പം നമ്മൾ എന്താണ്, ആത്മസാക്ഷാത്കാരം. ആ ആത്മസാക്ഷാത്കാരത്തില് ഈ ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ സാക്ഷാത്കാരം, ഹയസ്റ്റ് സാക്ഷാത്കാരം സിദ്ധിച്ച ആൾക്കാര് ഈ കർമ്മശൃംഖല എന്ന് പറയുന്ന സംഭവം അവസാനിക്കുന്നു. അതായത് കെട്ടുകളെല്ലാം പൊട്ടി. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിടം കെട്ടുകളോ ഫലഭുക്തിയാതീരും കെട്ടായി ഇനിയും നാരായണ ജയം. ഫലകാംക്ഷയില്ലാത്ത കർമ്മം ചെയ്യുക. അപ്പോൾ ഈ കെട്ടുകളെല്ലാം പൊട്ടിച്ച് കർമ്മത്തിന്റെ കുടുക്കിൽ നിന്ന് നമുക്ക് അവരുടെ ആ ശൃംഖല അതോടുകൂടി അവസാനിക്കുന്നു. ശ്രീമദ് ഭാഗവതം കേട്ട് നമ്മൾ ഈ ഹയർ റിയലൈസേഷനെ അപ്രോച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ ശരണാഗതി ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് പറയുന്നത്, ഈ കർമ്മ ശൃംഖലകളിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്താണ് പ്രധാനപ്പെട്ട, നിങ്ങളിപ്പം വായിച്ചപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും പറയാമോ? അല്ലെങ്കിൽ നമുക്ക് ശശികല മാതാജിയോട് ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഇതിനകത്ത് നമ്മളെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ സൂര്യനുള്ളപ്പോൾ ഇരുട്ടില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അജ്ഞാനം നമുക്കുണ്ടാവില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അജ്ഞാനം അകന്നു പോകും. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മള് ഭഗവാനെ സ്നേഹിച്ച പറയുമോ? കേക്കാവോ പ്രഭു? ഇപ്പൊ കേൾക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അജ്ഞത ഉണ്ടാവില്ല. അപ്പൊ സൂര്യനുള്ളപ്പോൾ ഇരുട്ടില്ലെന്ന് പറയുന്ന പോലെ ഭഗവാൻ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അജ്ഞത ഉണ്ടാവില്ല. അതിന് ഭഗവാനെ നമ്മൾ സേവിക്കണം. ആ സേവനത്തിലൂടെ വളരെ ഭക്തിയോടുകൂടി പ്രഭു പറഞ്ഞ പോലെ ഭാവഭക്തിയിലൂടെ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ട ജ്ഞാനം ഭഗവാൻ തരും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞായിരുന്നു, ബ്രഹ്മാവിന് ഭഗവാൻ ആദ്യം ജ്ഞാനം പറഞ്ഞു കൊടുത്ത ബ്രഹ്മാവിനാണ്. പിന്നെ ബ്രഹ്മാവിൽ നിന്നും അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക്, ശിഷ്യന്മാർക്ക് അങ്ങനെ കിട്ടിയതുപോലെ നമ്മളും വളരെ വിനയാനിതരായിട്ട് നമ്മുടെ ഗുരുക്കന്മാരോട് വിനയാനിതനായി നമ്മുടെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്കത് പറഞ്ഞു തരികയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അറിവ് നേടാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിലെ അജ്ഞാനമെല്ലാം അകന്നു പോകും. അതാണ് ഇപ്പൊ ഈ പർപ്പോട്ട് ഞാൻ ഏറ്റവും മനസ്സിലാക്കിയതിന്. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമ്മൾ പറഞ്ഞ ആ റിയലൈസേഷൻ എന്താണ്,
ഈ ബ്രഹ്മൻ റിയലൈസേഷന് പറഞ്ഞിരിക്കുന്നതാണ് സൂര്യഗോളവും അതുപോലെ തന്നെ സൂര്യരശ്മിയിലേക്കാണ് നമ്മൾ ആകൃഷ്ടരാകുന്നത് അല്ലെ. സൂര്യഗോളമാണ് ഭഗവാനെങ്കിൽ സൂര്യരശ്മിയാണ് ആ ബ്രഹ്മൻ റിയലൈസേഷൻ. ഭഗവാൻ റിയലൈസേഷൻ സൂര്യഗോളത്തിന്റെ ഉപരിതലമാണ് അല്ലെ, ഹയർ ഇതാണ് അല്ലെ. പരമാത്മാ റിയലൈസേഷൻ സൂര്യഗോളത്തിന്റെ ഉപരിതലം. അപ്പൊ അങ്ങനെ ആ ഒരു ഇതാണ് പറയുന്നത് ഹയർ ടേസ്റ്റ് അല്ലേ. അപ്പൊ അങ്ങനെ ഈ നമ്മള് നിഴലിനെയാണ് നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത്. ഈവൻ നമ്മൾ സൂര്യപ്രകാശത്തെ പോലും ആശ്രയിക്കുന്നില്ല, നമ്മൾ നിഴലിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് ഇവിടെ നിശീതിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഭാവാർത്ഥം നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുക. അടുത്ത ഒരു ശ്ലോകം വരെ നമ്മൾ ആദ്യ ദാമോദരലിൽ കുറച്ച് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ശ്ലോകം 22. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവ ഭഗവതി കുർവന്ത്യാത്മ പ്രസാദനീ. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവ ഭഗവതി കുർവന്ത്യാത്മ പ്രസാദനീ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. മാതാജി ഉറങ്ങിയോ? കാണുന്നില്ല. സബിത മാതാജി. ഹരേ കൃഷ്ണ. അഥവായ് കവയ നിത്യം ഭക്തിം പരമയ മുദാ വാസുദേവ ഭഗവതി കുർവന്തി ആത്മപ്രസാദനീം. ഹരേ കൃഷ്ണ. കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദ വാസുദേവ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ജ്ഞാനാമയ മാതാജി അതിന്റെ പദാനുപത തർജ്ജമ വിവർത്തനം ഭാവാർത്ഥം പെട്ടെന്നായിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതാ ആകയാൽ വൈ തീർച്ചയായും കവയ സർവ അതീന്ദ്രിയവാദികളും നിത്യം സ്മരണാതീത കാലം മുതൽ ഭക്തി സേവനത്തിന് പരമം മുത അത്യധികം സന്തോഷത്തോടെ വാസുദേവ ശ്രീകൃഷ്ണൻ ഭഗവതി പരമദിവ്യോത്തമ പുരുഷൻ കുർവന്തി സമർപ്പണം ചെയ്യുക ആത്മാവ് പ്രസാദിനി ഉജ്ജീവിപ്പിക്കുന്നത്. വിവർത്തനം. ആകയാൽ നിശ്ചയമായും സ്മരണാതീത കാലം മുതൽ സർവ്വ അതീന്ദ്രിയവാദികളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിയുത സേവനം അതീവ ആനന്ദത്തോടെ സമർപ്പിക്കുന്നു. തന്നിമിത്തം അത്തരം ഭക്തിയുത സേവനം ആത്മാവിനെ ഉത്സാഹഭരിതമാക്കുന്നു. ഭാവാർത്ഥം ജയശ്രീ പ്രഭോദ് കീഴെ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശുദ്ധ ഭക്തി സവിശേഷതയെ ഇവിടെ പ്രത്യേകം വിശദീകരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ സ്വയം രൂപ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പരമദിവ്യോത്തമ പുരുഷന്റെ മറ്റെല്ലാ അവതാരങ്ങളും ശ്രീ ബലദേവനിൽ തുടങ്ങി സംഘർഷണൻ, വാസുദേവൻ, അനിരുദ്ധൻ, പ്രത്യുമ്നൻ, നാരായണൻ എന്നിവയിലൂടെ വിസ്തൃതമാകുന്ന പുരുഷ അവതാരങ്ങളും ഗുണാവതാരങ്ങളും ലീലാവതാരങ്ങളും യുഗ അവതാരങ്ങളും മറ്റസംഖ്യ അവതാരങ്ങളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണന്റെ പൂർണ്ണാംശങ്ങളെ സംബന്ധിച്ചവയോ അല്ലെങ്കിൽ പൂർണ്ണ അംശങ്ങളോ ആകുന്നു. ജീവാത്മാക്കൾ പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അവിഭാജ്യ ഘടകങ്ങളാകുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷന്റെ യഥാർത്ഥ സ്വരൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മാത്രവുമല്ല സർവ അതിശയത്വത്തിന്റെ അവസാന വാക്കും ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. ആകയാൽ ഭഗവാന്റെ ശാശ്വത ലീലകളിൽ പങ്കുകൊണ്ട ഉത്തുംഗ അതീന്ദ്രിയ വാദികൾക്ക് ഭഗവാൻ അതീവ ആകർഷകനാകുന്നു. പരമദിവ്യോത്തമ പുരുഷൻ സ്വരൂപങ്ങളാൽ പ്രജഭൂമിയിൽ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ എന്ന പോലെ മറ്റ് സ്വകാര്യ സംബന്ധ സൗകര്യം ശ്രീകൃഷ്ണനും ബലദേവനും ഒഴികെയുള്ള പരമദിവ്യോത്തമ പുരുഷ സ്വരൂപങ്ങളിൽ ഒന്നുമില്ല. അല്പജ്ഞാനികൾ തർക്കിക്കുന്ന പോലെ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകൾ നവീനമായി സ്വീകരിക്കപ്പെട്ട ഒന്നല്ല. പൂർവദിക്കിൽ ഓരോ ദിനാന്ത്യത്തിലും സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ കാലക്രമേണ യഥാസമയം ഒരു ബ്രാഹ്മ ദിനത്തിലൊരിക്കൽ അത് അതീന്ദ്രിയവും ശാശ്വതവുമായി സ്പഷ്ടമാക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ നല്ലൊരു ശ്ലോകമാണ്. ആകയാൽ നിശ്ചയമായ സ്മരണാതീത കാലം മുതൽ സർവ അതീന്ദ്രിയവാദികളും പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവനം അതീവ ആനന്ദത്തോടെ സമർപ്പിക്കുന്നു.
അപ്പം എത്രയോ കാലം മുമ്പ് ഈ പരമദിവ്യോത്തമ പുരുഷന് അതീന്ദ്രിയവാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഉപരി ചിന്തിക്കുന്ന ആയിട്ടുള്ള ആൾക്കാർ ഈ ജ്ഞാനം മനസ്സിലാക്കിയ വ്യക്തികള് പരമദിവ്യോത്തമ പുരുഷനെ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവനം അതീവ ആനന്ദത്തോടെ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം ഹൃദയത്തിൽ ആനന്ദം മാത്രമാണ്, അല്ലേ? വെറും അതെ. ഒരു സന്തോഷമല്ല. ഭൗതികമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുന്നു. ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമാണ്, എപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. തന്നിമിത്തം അത്തരം ഭക്തിയുത സേവനം ആത്മാവിനെ ഉത്സാഹഭരിതമാക്കുന്നു. ഇത് ആത്മാവിനുണ്ടാകുന്ന ആനന്ദം ആണ് ശരിക്കുള്ള പരമാനന്ദം എന്ന് പറയുന്നത്, അല്ലേ? ആത്മാവിനുണ്ടാകുന്ന ആനന്ദം. ഈ ആനന്ദത്തിന്റെ ഭോക്താവ് ആരാണ്? പരമാത്മാവായിട്ടുള്ള ഭഗവാൻ, അല്ലേ? അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ ആത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. നമ്മൾ പത്മപുരാണത്തിൽ കണ്ട പോലെ ഒരു വൃക്ഷത്തിന്റെ രണ്ട് ശാഖയിലിരിക്കുന്ന പക്ഷികളെ പോലെ ജീവാത്മാവ് എന്ത് ചെയ്യും? താഴത്തെ ശിഖരത്തിലിരിക്കുന്ന പക്ഷി പരമാത്മാവ്, അതിന്റെ മുകളിലത്തെ ശാഖയിലിരിക്കുന്ന വ്യക്തി. രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടും വ്യത്യസ്തരാണ്. ഇത് രണ്ടും ഒന്നാണെന്നും പറഞ്ഞിട്ടാണ് ചില സിദ്ധാന്തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്വൈത സിദ്ധാന്തം പോലെയുള്ള സിദ്ധാന്തങ്ങൾ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ തന്നെ ഭഗവാനാകുന്ന അവസ്ഥ. അപ്പം ഈ താഴത്തെ ചില്ലയിലിരിക്കുന്ന ജീവാത്മാവായിട്ടുള്ള പക്ഷി എന്ത് ചെയ്യുന്നു? അത് തൊട്ടുമുകളില് അത് നിരീക്ഷകനാണ് പരമാത്മാവ്. ഇദ്ദേഹം എന്താണ്? ആസ്വാദകനും. നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് വന്നതുകൊണ്ടല്ലേ നമ്മൾ അവിടുന്ന് താഴ്ത്തപ്പെട്ടു ഗോലോകത്തിൽ നിന്ന് സ്വന്തം ആസ്വദിക്കാൻ തുടങ്ങി. അപ്പം ഈ ആസ്വാദകനായിട്ടുള്ള പക്ഷിയും മറ്റേ പക്ഷി നിരീക്ഷകനാണ്, മുകളിൽ ഇരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ ഇരിക്കുന്ന പക്ഷി എന്ത് ചെയ്യുന്നു എന്ന്. അപ്പൊ അദ്ദേഹം എന്താണ്? അഭ്യുതകാംക്ഷിയാണ് എല്ലാവർക്കും, അല്ലേ? എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായിട്ടുള്ള ഒരു കിളിയാണ് മുകളിലിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള കിളി. അപ്പൊ അദ്ദേഹത്തിന് നല്ലത് വരണമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മളുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇടപെടുന്നില്ല, ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ ജീവാത്മാവായിട്ടുള്ള കിളി എന്താണ്? ചുറ്റുമുള്ള മരങ്ങളെല്ലാം നോക്കുവാണ്, എവിടെയാ ഭോഗങ്ങൾ ഉണ്ടെന്നല്ലേ? നമ്മൾ ഈ ലോവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ സ്വന്തം ഹൃദയത്തിൽ അല്ലെങ്കിൽ ഈ മരത്തിന്റെ മുകളിലത്തെ ചില്ലയിൽ ഇരിക്കുന്ന ആ ശാഖയില് എന്താണ് ഇരിക്കുന്ന കിളി? സർവ ഭോക്താവായിട്ടൊരു കിളി, ഭോക്താരാമജ്ഞ തപസാം. അദ്ദേഹം നമുക്ക് എല്ലാം തരും, എല്ലാം അദ്ദേഹമാണ് എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഒരിക്കലെങ്കിലും ഒന്ന് നീ എന്നെ തിരിഞ്ഞു നോക്കൂ എന്ന് കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലേ? നമ്മളുടെ സുഹൃത്തും അഭ്യുദയകാംക്ഷയുമായിട്ടുള്ള അദ്ദേഹം. നമ്മൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല. എപ്പം ഇത് ഒരു സത്സംഗത്തിലോ ചെന്ന് പെട്ടു, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് ഈ താഴെ ഇരിക്കുന്ന കിളി മുകളിലിരിക്കുന്ന കിളിയെ നോക്കുന്ന ആ ഒരു അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പം ആ യോഗയുക്തൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ചേർന്നു ഭഗവാൻ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ഒരു സമ്മേളനം നടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പരമാനന്ദം നടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മോക്ഷം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന അവസ്ഥ, ഇതാണ് ഈ നമ്മൾ കാണുന്നത് ശരിക്കും, അല്ലേ? അപ്പം ഭഗവാന്റെ അവതാരങ്ങള്, ഭഗവാൻ വൃന്ദാവനത്തിലെടുത്ത് ഈ അതീന്ദ്രിയ ലീല, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും ആ ലീല സദാ ഭഗവാന്റെ സ്മരണയിൽ അല്ലെങ്കിൽ ലീലയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ മുമ്പേ കണ്ട പ്രതിസന്ധികളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമുക്കുള്ള ചോദ്യങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും നമ്മളിൽ നിന്ന് പോകും. ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്, ഭക്തി വരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മളിൽ നിൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങൾ, ലീലാവതാരം, ഏതെങ്കിലും ഒരു ലീലയ്ക്ക് വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നത്, ഗുണാവതാരം, പുരുഷാവതാരങ്ങള്, അതുപോലെ മന്വന്തരാവതാരങ്ങള്, അതുപോലെ തന്നെ എന്താണ് ഗുണാവതാരം, 3 ഗുണാവതാരങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. സത്വഗുണം, 3 ഗുണങ്ങൾ, സത്വ രജസ് തമോ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിച്ചത്. സത്വഗുണം ഭഗവാനും, അതുപോലെ രജോ ഗുണം ബ്രഹ്മാവും സൃഷ്ടി നടത്തുന്നതുകൊണ്ട് രജോ ഗുണത്തിലാണ് സൃഷ്ടി നടക്കുന്നത്. തമോ ഗുണം മഹാദേവനും, അല്ലേ? അതുപോലെ തന്നെ പുരുഷാവതാരങ്ങൾ ആരൊക്കെയാണ്? കാരണോദാശായ വിഷ്ണു, ഗർഭോദാശായ വിഷ്ണു, ക്ഷീരോദാശായ വിഷ്ണു. ക്ഷീരോദശായ വിഷ്ണു, ഇതാണ് പുരുഷാവതാരങ്ങൾ, അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം ശക്തിയാവേശ അവതാരങ്ങളുണ്ട്,
ഒരുപാട് ശക്തിയാവേശ അവതാരങ്ങളുണ്ടായിരുന്നു. പരശുരാമന്റെ ശക്തിയാവേശ അവതാരമായിരുന്നു. അങ്ങനെ നമ്മൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശക്തിയാവേശ മന്വന്തരാവതാരം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു 6 തരത്തിലുള്ള മെയിൻ ടൈപ്പ് ഓഫ് അവതാരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. അത് അവതാരത്തിന്റെ ഏരിയ ആകുമ്പോഴത്തേക്കും നമുക്കത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ലീലകള്, ലീലാവതാരം. അപ്പൊ ഭഗവാൻ ലീലകൾക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്ത ഒരു അവതാരമാണ് ഈ പറയുന്ന ശ്രീകൃഷ്ണ അവതാരം അല്ലേ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എങ്ങനെയുള്ള പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്? ലീല പുരുഷോത്തമനാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ മര്യാദ പുരുഷോത്തമനും ചൈതന്യ മഹാപ്രഭു എന്താണ്? പ്രേമ പുരുഷോത്തമനുമാണ് അല്ലേ. ഉം. ഭഗവത് ഭക്തിയുത പ്രേമ ഇങ്ങനെ വഴിഞ്ഞൊഴുകി അത് വിതരണം ചെയ്യാനായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. അപ്പം നമ്മൾ ഈ ലീലാ പുരുഷോത്തമന്റെ ലീലകൾ, പ്രധാനപ്പെട്ട ലീലകൾ നടന്ന ഈ ഒരു മാസമാണ് കാർത്തിക മാസം. അപ്പൊ അതിൽ നടന്ന ഒരുപാട് ലീലകളുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ പുതിയ ലെക്ചേഴ്സ് ഒന്നും കേട്ടില്ല. ഒരുപാട് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്, സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ആ ഡ്രാമയുടെ ഒക്കെ ഇതിലൊക്കെ കുറച്ച് തിരക്കിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ലീലകൾ നിങ്ങൾക്ക് ഓർമ്മയുള്ളതൊക്കെ ഒന്ന് പറയൂ. ഈ കാർത്തിക മാസം നടന്നത് ആർക്ക് പറയാൻ പറ്റും? ഉലൂഖബന്ധനം. ഉലൂഖബന്ധന അല്ലെങ്കിൽ ദാമോദര ലീല. അതുകൊണ്ട് ഈ മാസത്തിന് ദാമോദര മാസം എന്നും പറയപ്പെടുന്നു. ഉരലിൽ കെട്ടിയിട്ടുള്ള ലീല. പിന്നെ വേറെ ഏതാണ്? രാസലീല, രാസലീല. നമ്മൾ ഗോവർദ്ധനോദ്ധാരം. ഗോപിക ഗീതം ഒക്കെ ഈ സമയത്ത് വായിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഗോവർദ്ധന ലീല, ഇതൊക്കെ ഈ മാസം നടന്നതാണ്. നമ്മൾ ചൗരാഷ്ടകം വായിക്കണം നിങ്ങളൊക്കെ. അതുപോലെ നന്ദനന്ദനാഷ്ടകം, അതുപോലെ തന്നെ ഈ ഗോപിക ഗീതം വായിക്കണം. ഇതൊക്കെ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ ഗോപിക ഗീതം എടുത്തിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കാർത്തിക മാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു തോന്നുന്നു പ്രഭു. കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അല്ലെ. ഗോപിക ഗീതം. എത്ര പേർക്ക് ഗോപിക ഗീതം അറിയാവുന്നവരുണ്ട്? കാണാതെ അറിയാവുന്നവർ? കാണാതെ ഒന്നും അറിയില്ല പ്രഭു, നോക്കി വായിക്കറിയാം. ചൗരാഷ്ടകം, ദാമോദരാഷ്ടകം ഒക്കെ നമ്മൾ ചെയ്യണം. ചൗരാഷ്ടകത്തിലെ ഇതാണ്: വ്രജേ പ്രസിദ്ധം നവനീത ചോരം ഗോപാങ്കനാനാം ചതുകൂല ചൗരം അനേക ജന്മാർജിത പാപ ചൗരം ചൗരാഗ്രഗണ്യം ശരണം പ്രപദ്യേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളുണ്ടല്ലേ, ഒരു കള്ളനാണല്ലേ. അദ്ദേഹം വെറും കള്ളനല്ല, കള്ളന്മാരുടെ രാജാവാണ് അല്ലേ, ചക്രവർത്തിയാണ്. അതാണ് പറയുന്നത്. വില്വമംഗലം ഠാക്കൂർ പറയുന്നത് എന്താണ്? വ്രജേ പ്രസിദ്ധം, വ്രജയിലൊക്കെ പ്രസിദ്ധമാണ്. എന്താണ്? വെണ്ണ കക്കുന്ന കള്ളൻ എന്ന് പ്രസിദ്ധമാണ് ഇദ്ദേഹം അല്ലേ. നവനീത ചോരൻ, നറുവെണ്ണ കട്ടെടുക്കുന്ന കള്ളൻ. പഴകിയ വെണ്ണൊന്നും വേണ്ട, നറുവെണ്ണ മതി അദ്ദേഹത്തിന് അല്ലേ. ഗോപാംഗനാനാഞ്ച ദുകൂല ചൗരം, ഗോപാംഗനകളുടെ വസ്ത്രമൊക്കെ കട്ടെടുത്തെന്നുള്ള പേരും ഉണ്ട് ഇദ്ദേഹത്തിന്. സ്ത്രീകളൊക്കെ അദ്ദേഹം സൂക്ഷിച്ച് നടക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇദ്ദേഹം പറിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പേടിച്ചിട്ടല്ലേ. ഗോപാംഗനാനാഞ്ച ദുകൂല ചൗരം അനേക ജന്മാർജിത പാപ ചൗരം. ഒപ്പം എന്ത് ചെയ്യും? ഇതൊക്കെ കട്ടെടുക്കുന്ന കൂടെ അനേക ജന്മങ്ങളായിട്ട് ആർജിച്ചെടുത്ത പാപവും ഈ പറയുന്ന കള്ളൻ അങ്ങ് കട്ടെടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള കള്ളന്മാരുടെ ചക്രവർത്തിയായിട്ടുള്ള, സാമ്രാട്ടായിട്ടുള്ള ഈ കള്ളനെ ഞാൻ പ്രണമിക്കുന്നു. നമ്മൾ ഇതേപോലെയുള്ള ഒരു കള്ളന്റെ സ്തോത്രം, കള്ളനെ പറ്റിയുള്ള ഒരു സ്തോത്രം നമുക്ക് രചിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? വേറെ ഏതെങ്കിലും മഹാദേവനെ പറ്റി നമ്മൾ മഹാദേവൻ കള്ളനാണെന്നോ ദേവി കള്ളിയാണെന്നോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പം പണി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി അല്ലേ. പക്ഷെ ഇവിടെ ഒരാള് എന്ത് ചെയ്യും? അതിൽ സന്തോഷിച്ച് ആനന്ദിച്ച് മതിമറക്കുന്നു. അതാണ് ഭഗവാൻ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം ഭഗവാന് വരാനായിട്ടുള്ള കാര്യം മറ്റ് ദേവീദേവന്മാരിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭാവത്തെയാണ് ഭഗവാൻ ആസ്വദിക്കുന്നത്. അങ്ങനെ ദാമോദര ലീല, ദാമോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാമം എന്ന് പറഞ്ഞാൽ കയറ്, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. അതായത് അതായത് ഉദരത്തിൽ വയറ് കെട്ടി ഇട്ട രൂപത്തിൽ. അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു ഇതുണ്ട്, ഒരു പിക്ചർ നമുക്ക് കാണാം. എന്താണ്? യശോദാമ്മ ഉരുളിൽ ചെന്ന് കയറ് കെട്ടിയിടുന്നത്. അപ്പൊ ഈ ലീല, ദാമോദര ലീല നടന്നത് സമയമുണ്ടല്ലോ അല്ലേ. 9 മിനിറ്റ് കഴിഞ്ഞു പോയി, പെട്ടെന്ന് തീർക്കാം.
ഈ ദാമോദര ലീല നടന്നത് ആ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, യശോദമ്മയുടെ മടിയിലൊക്കെ ഇരുന്ന് പാല് കുടിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഓടിയൊക്കെ നടക്കാൻ തുടങ്ങി, ഭയങ്കര കുസൃതികളൊക്കെ കാണിക്കുന്നു, വെണ്ണ കക്കുന്നു. അവരുടെ ഇവിടെ നിന്നെല്ലാം പോയി വെണ്ണയൊക്കെ കട്ടെടുക്കുന്നു. യശോദമാനി പരാതി കേട്ടിട്ട് വയ്യ. അപ്പോൾ അവർക്കുണ്ടാകുന്ന പിന്നെ 10 ലക്ഷം പശുക്കളിൽ നിന്ന് ഒരു 10,000 എണ്ണത്തിൽ നല്ല എണ്ണത്തിനെ യശോദമായി തെരഞ്ഞെടുത്തു. ആ 10,000-ൽ നിന്ന് വീണ്ടും ഒരു 100 എണ്ണത്തിനെ തെരഞ്ഞെടുത്തു. 100-ൽ നിന്ന് വീണ്ടും 10. ആ 10 എണ്ണത്തിന്റെ ഇതിൽ തെരഞ്ഞെടുത്ത് അതിന്റെ നല്ല പശുക്കൾ, അതായത് നമ്മളെ എവിടുത്തെയാണ് ഗോലോക വൃന്ദാവനത്തിലെ എന്താണ് സുരഭി പശുക്കൾക്ക് സമാനമായ 10 പശുക്കളെ തെരഞ്ഞെടുത്ത് അതിന്റെ പാല് കറന്നെടുത്ത് ഉറയൊഴിച്ച് തൈരാക്കി ആ തൈര് കടഞ്ഞ് ഇതെടുത്ത് ഇവിടുന്ന് നല്ല വെണ്ണ കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ മോൻ എന്ത് ചെയ്ത് പുറത്ത് നിന്ന് പോയി മോഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് ആ ഒരു പരാതി തീർക്കണം എന്ന് പറഞ്ഞ യശോദമായി അവിടെ ഇരുന്ന് എന്ത് ചെയ്തു, തൈര് കടയുന്നു. അപ്പോൾ യശോദമായി ഇങ്ങനെ തൈര് കടയുമ്പോഴത്തേനും എന്താണ്, ഈ ഭഗവാനെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നു, താരാട്ട് പാടിയൊക്കെ പാട്ടൊക്കെ ഇങ്ങനെ വിളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ നമാമീശ്വരം, ഈ പാട്ടല്ല പാടിയത്, വേറെ പാട്ടാണ്. അപ്പൊ ആ ഒരു തൈര് കടയുന്ന ട്യൂണിലാണിത്. സച്ചിദാനന്ദരൂപം ലസത് കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലൂക ലാഘവമാനം പരാമൃഷ്ടമത്യന്തദോധൃതഗോപ്യാം. അങ്ങനെ പറഞ്ഞു പോകുന്ന ആ ദാമോദര അഷ്ടകം. ഇത് സത്യവ്രത മുനിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ദാമോദര അഷ്ടകം നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ആരതി ചെയ്യുന്ന ഭഗവാന്. പാദങ്ങളിൽ എന്താണ് 4-ഉം, തിരുവുദരത്തില് 2-ഉം, തിരുമുഖത്ത് 3-ഉം, ആകമാനം കേശാദിപാദം എത്രയാണ്, 7. അങ്ങനെയാണ് ഇതിന്റെ ഓർഡർ. അറിയാം, ഒന്നുകൂടെ ഞാൻ പറയാം. ഭഗവാന്റെ നെയ്വിളക്കാണ് കത്തിക്കേണ്ടത് കേട്ടോ. പാദത്തില് എത്രയാണ്, 4. അദ്ദേഹത്തിന്റെ തിരുവുദരത്തില്, അതായത് ഈ 2. ലോകങ്ങളെ മുഴുവനും അദ്ദേഹത്തിന്റെ ഉദരത്തിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ആ ഉദരത്തിൽ തിരുവുദരത്തില് 2. അദ്ദേഹത്തിന്റെ തിരുമുഖത്ത് താമര ഇതളുകൾ പോലെ ഇരിക്കുന്ന ആ മുഖത്ത്, തിരുമുഖത്ത് എന്ത് ചെയ്യണം, 3. പിന്നെ അദ്ദേഹത്തിന്റെ കേശാദിപാദം 7. അങ്ങനെ 4, 2, 3, 7 ഈ ക്രമത്തിൽ അദ്ദേഹത്തിന് നെയ്വിളക്ക് കൊണ്ട് ആരതി ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഈ യശോദമ്മയുടെ മടിയിലേക്ക് ഓടി വന്ന് പാല് കുടിക്കാനായിട്ട് വന്നിരുന്നു. അങ്ങനെ വളരെ ആസ്വദിച്ച് യശോദമ്മയുടെ മാറിടത്തിൽ നിന്ന് ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ട് കണ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ് മടിയിൽ. യശോദമ്മ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നല്ല മൂളിപ്പാട്ടൊക്കെ പാടി ഭഗവാന്റെ ബാലലീലകളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക രസത്തിലിരിക്കുകയാണ്. അപ്പൊ അമ്മ ആസ്വദിക്കുന്നു, എന്ത് ചെയ്തു, മകൻ ആസ്വദിക്കുന്നു. രണ്ടുപേരും എന്ത് ചെയ്തു, ആ വാത്സല്യ പ്രേമ രസത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, മൺകലത്തിൽ പാല് ചൂടാക്കാണ്ട് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അത് തിളച്ചാടി. ഈ പാൽ എന്താണ്, സാധാരണ പാലാണോ? അല്ല. ആ പാൽ അവിടെ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് ആചാര്യന്മാർ പറയുകയാണ്. എന്താണ്, ഭഗവാന്റെ ഈ ലീല നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പാല് എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അതായത് ഈ പാലിനെ പിടിച്ചു നിർത്താം. യശോദാമായിക്കും ഭഗവാനും ഈ പാലിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. യശോദാമായിക്ക് മനസ്സുകൊണ്ട് പല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയ്ക്ക് പവറുള്ള ഒരു സ്ത്രീയാണ്. ഭഗവാന്റെ അമ്മയല്ലേ, സാധാരണ സ്ത്രീ അല്ല. അപ്പൊ ആ പാല് അന്നത്തെ ദിവസം ഈ ഭഗവാന്റെ ലീല നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സ്വന്തം ജീവൻ, ഭഗവാൻ കുടിക്കാനായിട്ടുള്ള പാല് സാധാരണ ആളല്ല, വ്യക്തിയല്ല. ഈ പാലൊക്കെ എത്രയോ ജന്മമായിട്ട് എന്ത് ഈ ശാന്തരസത്തില് ഭഗവാനെ സേവ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്ന് പിറന്നതാണല്ലേ. അത് തീർച്ചയായിട്ടും എന്താണ്, സുരഭി പശുക്കളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൃന്ദാവനത്തിൽ ഭഗവാന് പാല് ചുരത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പാൽ അന്നത്തെ ദിവസം ആത്മഹത്യ ചെയ്തു, സ്വന്തം ജീവൻ ഒടുക്കി ഭഗവാന്റെ ഈ ലീല നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്തു, ശബ്ദം കേട്ടു, പാല് തീയിൽ പോകുമ്പോൾ ശബ്ദം കേട്ട് യശോദമായി ഓടി ഭഗവാനെ താഴെ നിർത്തിയിട്ട് ഓടിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു, ഭഗവാനെ ആകെ ദേഷ്യമായിപ്പോയി. ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഭഗവാന്, ഭയങ്കര ദേഷ്യമായിപ്പോയി. എന്നെയാണോ ഈ പരമസത്യത്തെ മടിയിൽ ഇങ്ങനെ കിട്ടിയിട്ട് എന്ത് ചെയ്തു, ലോവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് അമ്മ എന്തിനാ ഓടിപ്പോയെന്നുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് പോവുകയാണെങ്കിൽ പോട്ടെ,
പക്ഷെ എന്നെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ആ ഒരു വെറും പാലിന്റെ പുറകെ ഓടിപ്പോയ അമ്മയ്ക്കിട്ട് ഒരു പണി കൊടുക്കാം എന്ന് വെച്ചിട്ട് അവിടെ കിടന്ന ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ഇത് മുഴുവൻ ഉടച്ച് തകർത്തു. കുട മുഴുവൻ ഉടച്ച് തകർത്തിട്ട് ഭഗവാൻ ആ പാലിൽ ഒക്കെ ചവിട്ടി അവിടെ എല്ലാം പാലും തൈരും ഒഴുകി കിടക്കുക. അതിൽ ചവിട്ടി ആ കാൽപ്പാടുണ്ട്. ഇങ്ങനെ പോയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ആ നിലവറ തുറന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് ജനൽ തുറന്നപ്പോൾ കുരങ്ങന്മാരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. അവിടെ ഇരുന്ന് എന്തോ ഒരു സ്ഥാനത്ത് കയറി നിലവറയുടെ മുകളിൽ കയറിയിട്ട് ഉറിയിലിരുന്ന നെയ്യ് എടുത്തെടുത്ത് കുരങ്ങന്മാർക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ യശോദാമായി പാലൊക്കെ വാങ്ങി വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ കാൽപ്പാട് കണ്ടപ്പോൾ കാൽപ്പാട് അന്വേഷിച്ച് പോയി നോക്കിയപ്പോൾ കുരങ്ങന്മാര് അമ്മ വരുന്ന കണ്ടു. കുരങ്ങന്മാര് പെട്ടെന്ന് അപ്രത്യക്ഷമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഭഗവാൻ അപ്പോൾ ശ്രീരാമ അവതാര കാലത്ത് ഭഗവാൻ ബാക്കി വെച്ചത് ഭഗവാൻ ഇവിടെ കുരങ്ങന്മാരെ ഊട്ടുകയാണ്. ഭഗവാന് ചിറകിട്ടാനായിട്ടുള്ള സേവനം, അതുപോലെ യുദ്ധത്തിൽ ഭഗവാനെ സഹായിച്ചതിന്റെ ആ സേവനം ഭഗവാൻ ഇവിടെ വീട്ടുകയാണ്. ഇവിടെ ഭഗവാൻ കൊടുത്ത വെണ്ണയ്ക്ക് പോരാഞ്ഞ് ബാക്കിയൊക്കെ ഇപ്പോൾ വൃന്ദാവനത്തിൽ വരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ നിന്ന് ഈ കുരങ്ങന്മാര് മേടിച്ചെടുക്കുക. കുരങ്ങന്മാർക്ക് ഭഗവാൻ പൂർണ്ണമായിട്ട് ലൈസൻസ് കൊടുത്തിരിക്കുക വൃന്ദാവനത്തിൽ, അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട്. അവരൊന്നും സാധാരണ ആൾക്കാരല്ല കുരങ്ങന്മാരൊക്കെ. നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്നവരത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ പറയുന്ന യശോദാമായി ഭഗവാനെ പിടിക്കാൻ നോക്കി. ഭഗവാൻ അവിടെ നിന്ന് ചാടി, ഭഗവാൻ ഓടി, അമ്മ പുറകെ ഓടുന്നു. മകൻ എന്ത് ചെയ്ത് വെട്ടിച്ച് ഓടുന്നു. അമ്മയ്ക്ക് പിടുത്തം കൊടുക്കുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശകലം വണ്ണം കൂടില്ല അമ്മയ്ക്ക്. അപ്പോൾ യശോദാമായി തളർന്ന് ക്ഷീണിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഭഗവാനെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ പരിശ്രമം ചെയ്യണം. സാധാരണ അപ്പോൾ വേറെ പൊഴുക്ക് തന്നെ വേണം. വെറുതെ ആർക്കും ഭഗവാനെ കിട്ടില്ല. നമ്മൾ എന്താണ്, ദിവ്യത്വം ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് വെറുതെ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, വേർത്ത് കുളിച്ച് അമ്മ ആകെ ക്ഷീണിച്ചപ്പോഴത്തേന് എന്ത് ചെയ്തു, ഭഗവാൻ ദയാലുവാണ് എപ്പോഴും, അല്ലേ? സ്വന്തം അമ്മയല്ലേ, അമ്മ ക്ഷീണിച്ചു, ഭഗവാനെ ദയാവായ്പുണ്ടായി, ഭഗവാൻ നിന്നു കൊടുത്തു. ഒരാൾക്കും പിടികൊടുക്കാത്ത യോഗികൾക്കും മഹായോഗികൾക്കും പോലും പിടികൊടുക്കാതെ രക്ഷപ്പെട്ട് കിടക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്തു, അമ്മയുടെ മുമ്പിൽ കീഴടങ്ങി നിന്നു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇന്ന് നിനക്ക് ഞാനൊരു ശിക്ഷ തരുന്നുണ്ട്, നിന്നെ വെറുതെ വിടുന്നില്ല. സാധാരണഗതിയിൽ പീലിയൊക്കെ വെച്ച് അടിച്ചിട്ട് ദേഷ്യപ്പെട്ട് വിടുകയാണ്. ഇന്ന് നിനക്ക് ശിക്ഷ തരും. എവിടെയാ കയറ് എന്ന് പറഞ്ഞ് കയറെടുത്തോണ്ട് വരാൻ പറയുന്നു. ദാസികൾ കയറൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പൊ അവിടെ കണ്ട എന്താണ്, ഒരു വുഡൻ അല്ലെങ്കിൽ വുഡൻ മോർട്ടാറാണ്, ഒരു ഉരലാണ് കണ്ടത്. ഒരു മര ഉരല് കണ്ടു. അതില് കെട്ടാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേന് കെട്ടാൻ സാധിക്കുന്നുണ്ടോ? ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളും ഈ ഉദരത്തിൽ സഹിക്കുന്ന ഈ ഭഗവാനെ കെട്ടാനായിട്ട് ആർക്ക് പറ്റും? ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പൊ ദേവാദി ദേവകളെല്ലാം ഉപരിലോകങ്ങളെല്ലാം ഇങ്ങനെ ഈ ലീല കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാര്യം അവർക്കൊക്കെ അപ്രാപ്യമായതാ. അവർക്ക് എത്രയോ നാളായിട്ട് ഉപാസന ചെയ്തിട്ട് കിട്ടാത്ത ഈ പരബ്രഹ്മത്തെ. അതുകൊണ്ടാണ് ഈ നമ്മള് ആ ഒരു പാട്ട് എപ്പോഴും പറയുന്നല്ലേ, എന്നതവം സേവനെ യശോദ എങ്ങും നിറഞ്ഞ് എന്താ പരബ്രഹ്മം അമ്മ. പരബ്രഹ്മത്തിന്റെ അമ്മയാകാനും ആ പരബ്രഹ്മത്തെ ശിക്ഷിക്കാനുമുള്ള ആ ഒരു ഇത് കിട്ടിയ ആദ്യാരം കിട്ടിയ യശോദ എത്ര ശ്രേഷ്ഠയാണ് എന്നാണ് പറയുന്നത്. എന്ത് തപമാണ് യശോദ ചെയ്തത്? ബ്രഹ്മദേവൻ ചോദിച്ചിരിക്കുകയാണ്, അഹോഭാഗ്യം. ഈ യശോദയ്ക്കും അതുപോലെ ഈ വ്രജയിലുള്ള ഓരോരുത്തർക്കും എന്തുമാത്രം ഭാഗ്യാന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് ഈ ബ്രഹ്മവിമോഹന ലീലയിൽ. അഹോഭാഗ്യം. നന്ദഗോപുരം യശോദയ്ക്ക് എത്ര ശ്രേഷ്ഠരാണ്, അല്ലേ? അപ്പം നമ്മളൊക്കെ എത്ര നാളായിട്ട് ഉപാസന ചെയ്തു, യോഗികൾ എത്ര നാളായിട്ട് ഭഗവാനെ വിളിക്കുന്നു. ആ കിട്ടാത്ത ഭഗവാനെ യശോദമായി എന്ത് ചെയ്തു, കയറിട്ട് കെട്ടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. കുറെ പരിശ്രമിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഈ ഭഗവാനെ ഈ വെണ്ണ കെട്ടാനൊക്കെ പോകുന്ന വീടുകളിലൊക്കെ ദേഷ്യമുള്ള സ്ത്രീകളൊക്കെ അവരുടെ വീടുകളിൽ നിന്നൊക്കെ കയറുമായിട്ട് വന്നു. ഇവനെ കിട്ടിയോ, വെണ്ണക്കള്ളനെ കിട്ടിയോ, അങ്ങനെ കെട്ടിയിടുന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ കൊണ്ട് കയറ് കൊടുത്തു. ഏച്ച് കെട്ടി നോക്കിയിട്ടൊന്നും 2 അങ്കുലത്തിന് കുറവ്. ഇപ്പോൾ 2 അങ്കുലത്തിന് കുറവ്. ഈ 2 അങ്കുലം എന്താണ് സൂചിപ്പിക്കുന്നത്? പരിശ്രമവും കാരുണ്യവും. ഒന്നാമത്തെ അങ്കുലം ഭഗവാനെ കിട്ടണമെങ്കിൽ, ഭഗവാനെ നമുക്ക് കെട്ടാൻ സാധിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ ഉടക്കിയിടാൻ സാധിക്കണമെങ്കിൽ ആദ്യത്തെ അങ്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശ്രമം. 2ാമത്തെ അങ്കുലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭഗവാന്റെ കൃപ. ഭഗവാന്റെ കൃപ, ഭഗവാൻ മെർസി ഉണ്ടായാൽ മാത്രമേ ഭഗവാനെ കിട്ടിയിടാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് ഭഗവാൻ തോന്നണം, അല്ലേ?
അപ്പൊ ആ 2 അങ്കുലത്തിന് കുറവായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? താന്നു കൊടുത്തു. നീ ഇനി ഒന്ന് അനുവദിക്കത്തില്ലേ എന്നുള്ള ഒരു ധാരണയായി മനസ്സിൽ. നീ ഒന്ന് അനുവദിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. ഒതുങ്ങിക്കൊടുത്തപ്പോൾ യശോദാമായി എന്ത് ചെയ്യുക? ആദ്യത്തെ കണ്ട ഒറ്റ കയറുകൊണ്ട് തന്നെ ഭഗവാനെ കെട്ടിയിടാണ്ട് പറ്റി. അപ്പം എങ്ങനെ ഭഗവാനെ കിട്ടണം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പൊ ഈ ദേവാദിദേവന്മാർ മുഴുവൻ ഉപരിലോകവാസികളായിട്ടുള്ള എല്ലാവരും ഈ ലീല കണ്ട് അധികം എന്താണ് ഈ ഒരു ലീല കണ്ടിട്ട് അവരെല്ലാം കോരിത്തെരിച്ച് പുഷ്പവൃഷ്ടി നടത്തി. അപ്പൊ ആ ഒരു ചെറിയ സമയത്തേക്ക് ഭഗവാൻ ഇത് പരമദിവ്യോത്തമ കൃഷ്ണനാണെന്നുള്ള ആ ഒരു ജ്ഞാനം യശോദാമായിക്ക് വരികയും പെട്ടെന്ന് തന്നെ യോഗമായി വന്ന് അത് മറക്കുകയും ചെയ്തു. ഭഗവാൻ ഒരിക്കലും വ്രജയിലുള്ള ഒരാൾക്കും ഭഗവാനാണെന്ന് അറിയാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ഒരാൾക്കോ. നാരായണ സമാനൻ എന്ന് പലരും പറഞ്ഞു എങ്കിലും നാരായണനാന്നുള്ള ഒരു ധാരണ ഒരുത്തർക്കും ഉണ്ടാക്കി വെച്ചില്ല. കാര്യം ഭഗവാൻ ഈ സ്നേഹം നാരായണൻ എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഈ സ്നേഹവും വാത്സല്യവും ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഭഗവാൻ അത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും. ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളുടെ ഇടയ്ക്കിൽ നിന്ന് സ്നേഹം, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകണ്ടീഷണൽ ഡിവോഷണൽ സർവീസസ് ടു ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഇതാണ് ഭക്തി എന്നുള്ളതിന് നിർവചനം. ഒരു എന്താണ് ബാധ്യതകളോ നിബന്ധനകളോ, ഞാൻ ഇന്നത് തന്നാ നീ ഇന്നത് താ, ഞാൻ 10 മാല ജപിച്ചു തരാം, നീ എനിക്ക് ഒരു ജോലി മേടിച്ചു തരാം, ഇതൊക്കെ കണ്ടീഷൻഡ് ആണ് അല്ലെ. അൺകണ്ടീഷണൽ, ഒരു ബാധ്യത നിബന്ധനയില്ലാതെയുള്ള ആ ഒരു സ്നേഹം, പ്യുവർ ലവ് ടുവേഴ്സ് ഗോഡ്. അപ്പം അത് ആ യശോദാമായിക്ക് എപ്പോ ആ സറണ്ടർ ഉണ്ടായി, ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനെ തന്നെ കൊടുത്തു, നിന്ന് കൊടുത്തു, ഒതുങ്ങി കൊടുത്തു. അപ്പം എന്നിട്ട് നീ ഇവിടെ കിടക്ക്, ഞാനിപ്പം വരട്ടെ എന്ന് യശോദാമായി കിച്ചണിലേക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്തു? ഭഗവാൻ ആ ഉരല് മറിച്ചിട്ടു. എന്ത് ചെയ്തു? മുട്ടയില് നീന്തി 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 മുറ്റത്തൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ 2 വൃക്ഷങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. യമളാർജുന വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞ 2 വൃക്ഷങ്ങൾ. ആ വൃക്ഷത്തിന്റെ ഇടയ്ക്കൂടെ ഈ ഉരലിട്ടിട്ട് ഒന്ന് ഒരൊറ്റ വലി വലിച്ചപ്പോൾ ആ വൃക്ഷങ്ങൾ കടപുഴകി വീണു. ആ വൃക്ഷങ്ങളിൽ നിന്ന് 2 രൂപങ്ങൾ പൊങ്ങി വന്നു. എന്താണ്? യക്ഷന്മാരായിരുന്നു അവർ 2 പേരും. ആരായിരുന്നു ആ യക്ഷന്മാര്? ആർക്കാ പറയാൻ പറ്റും? കുബേരന്റെ മക്കളായ മണിഗ്രീവനും മണിഗ്രീവനും ആയിരുന്നു ഇവര്. നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് വൃക്ഷങ്ങളായിട്ട് വന്നതാണ് അല്ലെ. അപ്പൊ ഈ യക്ഷന്മാരുടെ അച്ഛൻ എന്താണ്? പണക്കാരൻ. എനിക്ക് എന്റെ അച്ഛന് സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവരുടെ അച്ഛൻ ഈ സമ്പത്തിന്റെ അല്ലെങ്കിൽ ഈ ട്രഷററാണ്, ദേവന്മാരുടെയൊക്കെ ട്രഷറാണ് കുബേരൻ. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് അഹങ്കരിച്ചു. ഇവര് മധു സേവിക്കാൻ തുടങ്ങി. മധു സേവിച്ച് മധോന്മത്തരായിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്, സ്ത്രീകളുടെ കൂടെയൊക്കെ അഴിഞ്ഞാടി. അപ്പൊ അവര് മാനസരോവരിൽ അങ്ങനെയുള്ളവരൊന്നും പോയി കുളിക്കാനൊന്നും പാടില്ല, തീർത്ഥമാണ് അല്ലെ കൈലാസത്തിലുള്ള. അപ്പൊ ആ മാനസരോവർ തീർത്ഥത്തിൽ ഇവര് പോയി തുണിയില്ലാതെ പോയി കുളിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഈ തുണിയില്ലാതെ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, അഭിനയിക്കുന്ന നടിമാരടക്കം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ചുറ്റോടി ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഈ പറയുന്ന ശാപം കിട്ടി വന്നവരാണ്, തുണിയില്ലാതെ നടന്നതിന്റെ പേരിൽ. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഈ ലീലയിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. വൃക്ഷങ്ങൾക്ക് തുണിയുണ്ടോ? ഇല്ല. എന്തൊക്കെ സഹിക്കണം വൃക്ഷങ്ങള്? വെയില്, ചൂട്, തണുപ്പ്, അത് വെട്ടാൻ വരുമ്പോൾ ആ വേദന മുഴുവൻ സഹിക്കണം. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ചൂട് മുഴുവൻ കൊള്ളണം. പക്ഷെ അതിന് ചോട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് തണൽ കൊടുക്കുന്നു അല്ലേ. തരോരഭി സകൃഷ്ണിന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് ശിക്ഷാഷ്ടത്തിൽ കേട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെ ഈ നാരദമുനി അതുവഴി വന്നപ്പോഴത്തേക്ക് ഗോപസ്ത്രീകൾ അല്ലെന്നെ ഇവരാണ് തന്നെ അപ്സര സ്ത്രീകൾ എന്ത് ചെയ്തു? കുളിച്ചുകൊണ്ടിരുന്ന കുളത്തിലാണ് ഈ കുബേരകുമാരന്മാർ വന്നിറങ്ങി ഈ ജലകിളികൾ ആടിയത്. അപ്പൊ ആ സമയത്ത് നാരദമുനിയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ അപ്സര സ്ത്രീകളൊക്കെ അദ്ദേഹത്തിന് ഒബൈസൻസ് കൊടുത്തിട്ട് വസ്ത്രം എടുത്ത് ധരിച്ച് അവർ പെട്ടെന്ന് അപ്രത്യക്ഷരായി. ഇവരെന്ത് ചെയ്തു? വീണ്ടും ജലകിളികൾ തുടർന്നു. അപ്പൊ നാരദമുനി എന്ത് ചെയ്തു? നിങ്ങള് എന്ത് ചെയ്തു? എന്നെ അപമാനിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് വൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞു, ശപിച്ചു. അപ്പൊ അങ്ങനെ ശാപം കൊടുത്തപ്പം നാരദമുനിയുടെ ശാപം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? പെട്ടെന്ന് ഇവർക്ക് മദ്യത്തിന്റെ ഒക്കെ ലഹരി വിട്ടിട്ട് അവര് നാരദമുനിക്ക് ഒബൈസൻസ് കൊടുത്തപ്പോൾ നാരദമുനി എന്ത് ചെയ്തു? ശാപമോക്ഷം കൊടുത്തു. എന്തായിരുന്നു ശാപമോക്ഷം? നീ വ്രജയില് ഗോകുലത്തിന്റെ
മുറ്റത്തുള്ള 2 വൃക്ഷങ്ങളായിട്ടായിരിക്കും പിറക്കാൻ പോകുന്നത്. ഭഗവാന്റെ ബാലലീലകൾ മുഴുവൻ ആസ്വദിച്ച് സാക്ഷാൽ ഭഗവാൻ വന്ന് തന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞുള്ള അനുഗ്രഹം കൊടുത്തത്. അപ്പൊ അവരായിരുന്നു ആ മണിഗ്രീവനും നളകുബേരനും ആണ് നമ്മൾ കണ്ട ഈ 2 വൃക്ഷങ്ങൾ ഭഗവാൻ മോക്ഷം കൊടുത്തത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന്, ഈ ലീലയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമ്മളൊരു പരം വൈഷ്ണവന്റെ സംസർഗം മൂലം നമ്മൾ എത്ര മോശമായിട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾക്ക് അവരൊരു ശാപം തന്നാൽ പോലും അത് അനുഗ്രഹമായി മാറും. പരം വൈഷ്ണവ, അതാണ് ലവമാത്ര സാധു സംഘം. ഒരു സെക്കൻഡിന് 11 അംശമെങ്കിലും ഒരു പരം വൈഷ്ണവനുമായിട്ട് അസോസിയേഷൻ ചെയ്യാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? അവർ ശപിച്ചാൽ പോലും നമുക്ക് എന്താണ് നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കുബേരപുത്രന്മാരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത്. അപ്പം ഈ മരം പിടന്നു വീണ ശബ്ദം കേട്ട് എന്ത് ചെയ്തു? നമ്മുടെ നന്ദഗോപുരം ഓടിയെത്തി എന്താണ് സംഭവിച്ചത്? അപ്പം പുറത്തുള്ള ഗോപികമാരൊക്കെ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ കാന എന്ന് പറയും, അതുപോലെ കനയ്യ എന്ന് പറയും. കനയ്യ ഇതുവരെ എന്താണ് ഒരു ഉരുളിലും വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ആ മരങ്ങളുടെ ഇടയിൽ ഉടക്കി ആ മരങ്ങൾ പെടന്ന് വീണു. അപ്പൊ അതിഭയങ്കരമായ ശബ്ദവും അവിടെ മുഴുവൻ പൊടിപടലങ്ങളും. എന്നിട്ട് നന്ദഗോപര് ഭയങ്കരമായിട്ട് പേടിച്ച് എന്ന് ആ പൊടിപടലങ്ങളുടെ ഇടയ്ക്കൂടെ ഭഗവാനെ നോക്കി കണ്ടു. പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ യശോദമായി ശബ്ദം കേട്ട് അകത്തുനിന്ന് ഓടി വന്നു. യശോദമായി നന്നായിട്ട് സഹകരിച്ചു. ഇനി നീ മേല കനയ്യെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് നല്ലപോലെ ശകാരമൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭഗവാൻ എന്ത് ചെയ്തു? വിശക്കുന്നു എന്ന് പറഞ്ഞ് വേഗം യശോദമായുടെ എളിയിലേക്ക് കയറിയിട്ട് യശോദമായി പാല് കൊടുക്കാനായിട്ട് ഭഗവാനെ കൊണ്ട് അകത്തേക്ക് പോന്നു. ലീല സമാപിച്ചു. മനസ്സിലായില്ല? ഇതാണ് ദാമോദര ലീല. അപ്പം നിങ്ങൾ ഒരുപാട് ലീലകളുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ച് ലീലകൾ മാത്രമേ ഭാഗവത്തിൽ പറഞ്ഞ് നമുക്ക് അറിയുള്ളൂ. അതുപോലെ ഭഗവാന്റെ ലീലകളിലൊക്കെ നമ്മൾ സ്മരിച്ച് ഭഗവാന്റെ ആ വെണ്ണ മോഷ്ടിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി വെണ്ണ വെച്ചു കൊടുക്കുക. നമ്മളെ ഹൃദയമാകുന്ന വെണ്ണ. ഹൃദയം എന്താണ്? എപ്പോഴും വെണ്ണയായിട്ട് സങ്കല്പിക്കുന്ന ഭഗവാൻ അത് മോഷ്ടിക്കാൻ വേണ്ടി നമ്മൾ വെണ്ണയാക്കി വെക്കണം. കരിങ്കല് പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ ആ പ്രദേശത്തേക്ക് വരത്തില്ല. എൻ്റെ ഹൃദയം കരിങ്കല് പോലെയാണെന്ന് പലരും പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ്? വെണ്ണയാക്കി വെക്കണം. നറുവെണ്ണയാക്കി നമ്മൾ ഹൃദയത്തെ വെച്ചാലേ ഭഗവാൻ അത് കവരുകയുള്ളൂ. അത് കാളകൂടമാക്കി വെച്ച് കഴിഞ്ഞാൽ മഹാദേവന് തന്നെ വരേണ്ടി വരും. മഹാദേവന്റെ കൂടെ എന്ത് ചെയ്യും? വേറെ കുറെ ആൾക്കാരുടെ വരും. ഏതാണ്? ഭൂതപ്രേത പിശാചികൾ. മഹാദേവന്റെ കൂടെ ആര് വരും? അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങൾ വരും. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് കാളകൂട വിഷം ആരും നിറയ്ക്കാതിരിക്കുക. ഹൃദയത്തില് നമ്മൾ മഹാദേവനെ വിളിച്ച് ആ കാളകൂട വിഷം എടുത്തു കളഞ്ഞ് അത് അമൃതാക്കി അവിടെ വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നറുവെണ്ണ നവനീതമാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് കവർന്നെടുക്കാനായിട്ട് തീർച്ചയായിട്ടും എത്തും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഭഗവാന്റെ ഈ ലീലാസ്മരണത്തിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ നമുക്ക് കിട്ടും. ആ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ആ ഹൃദയ കാരാഗ്രഹത്തിൽ വില്യമംഗലം ഠാക്കൂർ സ്വാമികൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എന്നേക്കുമായി അടച്ചു ഇടുക. ഒരിക്കലും ആ കള്ളനെ പുറത്തിറക്കി വിടാനായിട്ട് അനുവദിക്കരുത്. എന്നേക്കുമായിട്ട് ഈ പെരുങ്കള്ളനായിട്ടുള്ള ഈ വ്യക്തിയെ നമ്മളുടെ ഹൃദയമാകുന്ന കാരാഗ്രഹത്തില് അദ്ദേഹത്തിന്റെ ബന്ധനസ്ഥനാക്കി ഇടുക. ഒരിക്കലും പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് നമ്മളെ ദാമോദര ലീലയിലൂടെ കണ്ടത്. നിങ്ങൾ ഓരോരുത്തർക്കും കാർത്തികമാസ ആശംസകൾ ഒരിക്കൽ കൂടെ. ഭഗവാനെ എല്ലാവരും ഹൃദയത്തിൽ ബന്ധനസ്ഥനാക്കുക. അതുപോലെ തന്നെ ആ ദിവ്യ പ്രേമത്തിൽ എല്ലാവർക്കും ലയിച്ച അനുഭൂതി ഉണ്ടാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. അതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെ സേവകളൊക്കെ ഈ സമയത്ത് ഗോപൂജ, ഗോദാനം, ഗോസേവ, അതുപോലെ തുളസിക്ക് വെള്ളമൊഴിക്കുക, തുളസിക്ക് പ്രദക്ഷിണം, തുളസി ആരതി, തുളസി ദാനം ചെയ്യുക, വസ്ത്രദാനം, ബ്രാഹ്മണർക്ക് അന്നദാനം, അതുപോലെ തന്നെ ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഉള്ളവർക്ക് കൊണ്ട് അന്നദാനം ചെയ്തിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മൾ എന്താണ് വീട്ടിൽ ഭക്ഷണം വെക്കാനായിട്ട് മടിയുള്ള ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് അന്നദാനം കഴിക്കാൻ വരും. പാവങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഉള്ളവർക്ക്, മടിയന്മാരായിട്ടുള്ളവർക്കല്ല അന്നദാനം കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു ദിവ്യ പ്രേമത്തിൽ നിങ്ങളെല്ലാവരും മുഴുകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പം ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കും. ഇല്ലല്ലോ അല്ലേ? താമസിച്ചു പോയതിന് ക്ഷമിക്കണം. ദാമോദര ലീല പറഞ്ഞതുകൊണ്ടാണ്. ദാമോദര മാസം തുടങ്ങിക്കൊണ്ട് ആ ലീല പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. നിങ്ങൾ കേൾക്കാൻ ഇരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം, അത് പറയാണ്ട് പറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇത് പാടാനായിട്ടുള്ള സമയമില്ല. നിങ്ങളെല്ലാവരും ഉറങ്ങാനുള്ള സമയം നാട്ടിലുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ദാമോദര അഷ്ടകം പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇനി ആരതിയൊക്കെ ചെയ്യേണ്ടതാണ്. ദാമോദര ആരതിയൊക്കെ കിടക്കുവാണ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.